അമീൻ ഷാജിയുടെ വീഡിയോ ഓഫ് ആണല്ലോ. അമീൻ ഷാജി സാർ ഓണാക്കോ സാർ. ഈ മൊബൈൽ സ്റ്റാൻഡ് എന്തോ കംപ്ലീറ്റ്. പെട്ടെന്നാവട്ടെ. ജീലാനി സാർ എന്താ ജീലാനി ഇന്നലെ പഠിച്ചേ? റേഡ് ഡയഗ്രം. ആ ലൈറ്റർ റൂൾ എന്ന് പറയാമോ? കോൺകേവ് ലെൻസിന്റെ കേട്ടോ. കോൺകേവ് ലെൻസിന്റെ ലൈറ്റർ റൂൾസ് എന്ന് പറഞ്ഞു. പാരലായിട്ട് വരുന്ന ലൈറ്ററെ ആഫ്റ്റർ റിഫ്രാക്ഷൻ ഫോക്കസിലൂടെ കടന്നു പോകും. ഓക്കെ. പിന്നെ ഒപ്റ്റിക് സെന്ററിൽ കൂടെ വരുന്ന കോൺകേവ് ലെൻസിന്റെ അല്ലേ പറയുന്നത്? ഒപ്റ്റിക് സെന്ററിൽ കൂടെ വരുന്നത്. ഒന്ന് വെയിറ്റ്. ഹാരിസ് ശരിയാണോ പറയുന്നത്? അല്ല സോറി സാർ. പറഞ്ഞോ ജീല അല്ല ഹാരിസ് പറഞ്ഞോ. കഴിഞ്ഞു, സമയം കഴിഞ്ഞു. ഞാൻ ഒന്നും ചോദിച്ചില്ലേ, അപ്പൊ തന്നെ നീ ചിന്തിക്കണ്ടേ എന്തോ കുഴപ്പമുണ്ടെന്ന്. എക്സാമിന് ആരെങ്ങനെ ചോദിക്കാ? ഹാരിസ് പറഞ്ഞോ, കോൺകേവ് ലെൻസിന്റെ പറഞ്ഞോ. There is no second choice. കേട്ടോ, പറഞ്ഞോ ഹാരിസ് പറഞ്ഞോ. സാർ ഡൈവേർജ് ചെയ്യും. എവിടുന്ന് ഡൈവേർജ് ചെയ്യും? ഫോക്കസ്. ഓക്കെ. സെക്കൻഡ് റൂൾ എന്താ? ലൈറ്റർ റൂൾ അറിയില്ലേ? ഇവൻ എന്താണ് ഈ പറയുന്നത്? ഫാത്തിമ സുബൈർ പറഞ്ഞു. ഫാത്തിമ സുബൈർ ലൈറ്റർ റൂൾ പെട്ടെന്ന് പറഞ്ഞു കൊടുക്ക്. ഇവര് പഠിച്ചിട്ടില്ല, ഇവര് കഴിഞ്ഞ ദിവസം ഇല്ലായിരുന്നു, അതുകൊണ്ട് ഇവർക്ക് ലൈറ്റർ റൂൾ ഒന്നും അറിയില്ല കേട്ടോ. ഒന്ന് പറഞ്ഞു കൊടുക്ക്. ആദ്യം തൊട്ട് പറഞ്ഞു. പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ പേരെ പിടിക്കാം കേട്ടോ. പെട്ടെന്ന് പറ. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് പോകുന്ന ലൈറ്റ് ഫോക്കസിൽ നിന്ന് ഡൈവേർജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. രണ്ടാമത്തെ ഫോക്കസിലേക്ക് പോകുന്ന ലൈറ്റ് റിഫ്രാക്റ്റിന് ശേഷം ബുക്ക് നോക്കി വായിക്കരുത് കേട്ടോ. ബുക്ക് അടിച്ച്. ഫോക്കസിലേക്ക് പോകുന്ന ലൈറ്റർ അല്ലെ? ലൈറ്ററെ പാസിംഗ് ടുവേർഡ്സ്. ഫോക്കസിൽ എത്തി എന്ന് പറയരുത്, തെറ്റാണ്. ഫോക്കസിലേക്കാണ് യാത്ര ചെയ്യുന്നത്, പക്ഷെ വേറെ വഴിക്ക് പോയി. പറഞ്ഞോ വഴി തെറ്റിപ്പോയി. പറഞ്ഞോ. തേർഡ് വൺ ഏതാ? ഒപ്റ്റിക് സെന്ററിലേക്ക് പോകുന്നത് ഡീവിയേഷൻ ഇല്ലാതെ. ഒപ്റ്റിക് സെന്ററിലൂടെ എന്ന് പറഞ്ഞോ, കുഴപ്പമില്ല. അത് ഒപ്റ്റിക് സെന്റർ കൂടെ തന്നെ പാസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ. ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോകുന്ന നോ ഡീവിയേഷൻ അല്ലെ? ആഷ്നമോൾ കോൺവെക്സ് ലെൻസിൽ ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസിൽ കൂടെ പോണത് പാരലായിട്ട് പോകും. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകും. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകുന്നത് ഫോക്കസിൽ കൂടെ പോകും. ഓക്കെ. പിന്നെ ഒപ്റ്റിക് സെന്ററിൽ കൂടെ പോകുന്നത് ഡീവിയേഷൻ ഇല്ലാണ്ട് പോകും. സഹറ ഫാത്തിമ. യെസ് സർ. ഒബ്ജക്റ്റിന്റെ 6 കേസ്, ഇമേജ് വരുന്ന 6 കേസ് പെട്ടെന്ന് പറഞ്ഞു. അറ്റ് ഇൻഫിനിറ്റി തുടങ്ങിക്കോ. അറ്റ് ഇൻഫിനിറ്റി, അറ്റ് എഫ്, ബിയോണ്ട് സി, ബിറ്റ്വീൻ സി ആൻഡ് എഫ്, അറ്റ് സി, ബിറ്റ്വീൻ സി ആൻഡ് എഫ്, ബിയോണ്ട് സി, അറ്റ് എഫ്, അറ്റ് ഇൻഫിനിറ്റി, ബിറ്റ്വീൻ എഫ് ആൻഡ് പി, സെയിം സൈഡ് ആസ് ദ ഒബ്ജക്ട്. ഓക്കെ മിടുക്കി. അനശ്വര. അല്ല വേറെ. അനശ്വര കോൺകേവ് ലെൻസിന്റെ പറഞ്ഞു. കോൺകേവ് ലെൻസിന്റെ ഇപ്പൊ പറഞ്ഞ പോലത്തെ അല്ലേ ഒബ്ജക്റ്റീവ് ഇമേജ് ഫോം ചെയ്യുന്നതാണോ? ഇപ്പൊ പറഞ്ഞ പോലെ പറയരുത്. പറഞ്ഞു. അറ്റ് ഇൻഫിനിറ്റി രണ്ടെണ്ണല്ലേ ചെയ്തോളൂ. പെട്ടെന്ന് പറഞ്ഞ അനശ്വര, സമയം കളയ. പറഞ്ഞേ. അറ്റ് ഇൻഫിനിറ്റി. അറ്റ് ഇൻഫിനിറ്റി ആണ് എവിടെയാ? എനിക്ക് വയ്യായിരുന്നു, ഞാൻ വായിച്ചു നോക്കിയില്ല. വായിക്കണ്ട, നമ്മൾ ചെയ്തതല്ലേ. ചെയ്ത പിള്ളേരൊക്കെ എന്തിനാ വായിക്കുന്നത്? ചെയ്യാത്ത പിള്ളേരല്ലേ കാണാതെ പഠിച്ച അറ്റ് ഇൻഫിനിറ്റി 100 തവണ രാവിലെയും വൈകിട്ടും പറഞ്ഞ് പഠിക്കുന്നത്. അതിന്റെ ആവശ്യമില്ലല്ലോ നമുക്ക്. അറ്റ് ഇൻഫിനിറ്റി, അറ്റ് ഫോക്കസ് അല്ലേ? അടുത്ത കേസ് പറ. അടുത്ത കേസ് ഏതാ? പിന്നെ ഒപ്റ്റിക് സെന്ററിലൂടെ പാസ് ചെയ്തത്. ഒപ്റ്റിക് സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്നു. അതല്ല ഫാത്തിമ ഇർഫാന. പെട്ടെന്ന് പറഞ്ഞു. കേട്ടോ അനശ്വര, പെട്ടെന്ന് പറഞ്ഞ കേട്ടോ. പറഞ്ഞോ ഫാത്തിമ പറഞ്ഞേ.
at F1 between F1 and O. ബിറ്റ്വീൻ F1 ആൻഡ് അതായത് ഫോക്കസിന്റെ ഓടെ ഇടയ്ക്ക് വെച്ചാൽ മതി. ഇനി വേറൊരിടത്ത് വെക്കണ്ടേ? Between F1 and O at infinity. ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് ഓ എവിടെ വെക്കാം എന്ന് വിചാരിച്ച് ഇല്ലാത്ത സ്ഥലത്തുകൊണ്ട് വെക്കരുത്. അതിന്റെ കറക്റ്റ് ലൈനിലുള്ള എവിടെ വേണമെങ്കിൽ നമുക്ക് വെക്കാം. പറഞ്ഞു, ബാക്കി പറഞ്ഞു. എവിടെയായിരിക്കും ഇമേജ്? എവിടെയായിരിക്കും Between F1 and O. ഇമേജ്? എവിടെയായിരിക്കും ഇമേജ്? ബിറ്റ്വീൻ. ഓക്കെ, ഇമേജ് ബിറ്റ്വീൻ F1 അല്ലെങ്കിൽ സെയിം സൈഡ് ഓഫ് ലെൻസ് ഒന്നും കൂടെ പറഞ്ഞോട്ടോ അതിന്റെ കൂട്ടത്തില് കേട്ടോ. ഓക്കെ, സെയിം സൈഡ് ഓഫ് ലെൻസ് എന്നും കൂടെ പറഞ്ഞാൽ കുറച്ചുകൂടെ ക്ലാരിറ്റി വരും. ഓക്കെ, എല്ലാരും ബുക്ക് എടുത്തോ. കറക്റ്റ് പഠിച്ചിട്ട് വരിക കേട്ടോ. ഇത് ഞാൻ പഠിക്കുന്നില്ലല്ലോ, ഞാൻ എല്ലാ ദിവസവും തലേന്ന് പോയി 100 തവണ വായിച്ചിട്ടല്ലല്ലോ വരുന്നത്. എനിക്കറിയാലോ. നമ്മൾ ആക്ടിവിറ്റി ചെയ്ത് നമ്മളത് ക്ലിയർ ആയിട്ട് ആ കോൺസെപ്റ്റ് ഓക്കെ പിന്നെ അത് ഇരുന്നോളും കേട്ടോ. നമ്മൾ കാണാതെ പഠിക്കുമ്പോഴാണ് മറന്നു പോകുന്നത്. അല്ലാണ്ട് നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓക്കെയാണ്. നിങ്ങൾ പഠിക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. എല്ലാ ദിവസവും വായിക്കണം എന്നുള്ളത് അല്ല, എല്ലാ ദിവസവും വായിക്കണം അത് വേറെ കാര്യം. ഓക്കെ, അതിൽ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കണമേ ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞാൽ അതിന്റെ ഇമേജ് ഫോർമേഷൻ ഒന്നും ഒരു തവണ നമ്മളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് വായിച്ചു നോക്കേണ്ട കേസില്ല. നമുക്കത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് വരും. ഇപ്പൊ ബിറ്റ്വീൻ സി ആൻഡ് എഫ്, ബിയോണ്ട് സി ബിറ്റ്വീൻ സി ആൻഡ് എഫ്, അറ്റ് ഇൻഫിനിറ്റി ഫോക്കസ്, അറ്റ് ഫോക്കസ് ഇൻഫിനിറ്റി, അറ്റ് സി ബിറ്റ്വീൻ എഫ് ആൻഡ് ഓ സെയിം സൈഡ് ഓഫ് ലെൻസ്. ഇതിനെന്തതിന് മാത്രം പാടും? ഓക്കെ, അറിയാണ്ട് നമ്മുടെ വായിൽ വരും അത്. അറ്റ് ഇൻഫിനിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഫോക്കസ് എന്ന് പറഞ്ഞു. ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പഠിക്കാനുള്ളത് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. അതായത് ഇമേജ് ഫോർമേഷൻ നമ്മൾ 2 രീതിക്ക് ഇപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഒന്ന് ആക്ടിവിറ്റി ചെയ്തല്ലേ. ഓക്കെ, പക്ഷെ നമുക്ക് എക്സാമിന് ഈ പറഞ്ഞ ക്യാൻഡിലൊക്കെ ആയിട്ട് പോയിട്ട് ആക്ടിവിറ്റി കിറ്റ് തുറന്ന് ലെൻസ് വെച്ചൊന്നും കണ്ടുപിടിക്കാൻ സമയമില്ല. നമുക്ക് അവിടെ ഒരു മെത്തേഡാണ് ബൈ യൂസിങ് റേ ഡയഗ്രാം. അതുകൂടാതെ ഇമേജ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മൂന്നാമതൊരു മെത്തേഡും കൂടെ ഉണ്ട്. ഇറ്റ്സ് യൂസിങ് മാത്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ന്യൂമറിക്കൽസിന്റെ സഹായത്തോടെ എങ്ങനെ നമ്മൾ ഇമേജ് ഫോർമേഷൻ കാണുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഹെഡിങ് കൊടുത്തോ, കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ കൊടുത്തു. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. Okay. Okay. Afnan. Sir. Why new Cartesian sign convention? നമുക്ക് ചുമ്മാ അങ്ങ് പറഞ്ഞാൽ പോരെ. എന്തിനാ ഈ കൺവെൻഷൻ ഒക്കെ യൂസ് ചെയ്യുന്നത്? നിങ്ങളെ ചുറ്റിക്കാനായിട്ട്. നിങ്ങൾ ഓൾറെഡി ചുറ്റിയിരിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ ഇനി എന്തിനാ വെറുതെ കൺവെൻഷൻ ഒക്കെ പഠിപ്പിക്കുന്നത്? എന്തിനാ അത്? അഫ്നാൻ എന്ന് പറഞ്ഞേ. അഫ്നാൻ എന്ത് തോന്നുന്നു? ഇതിന്റെ ആവശ്യമില്ല. ഇതെന്തിനാ നമ്മുടെ ടോപ്പിക്കില് വെറുതെ പറഞ്ഞോ. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ 60 കിട്ടിയ എന്താ കുഴപ്പം? ഡിസ്റ്റൻസ് അതിന് ഇക്വേഷൻ പോരെ. എന്തിനാ ഈ സൈൻ കൺവെൻഷൻ? എന്തിനാ സൈൻ ഇട്ട് കൊടുത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത്? ഡിസ്റ്റൻസിന് നമുക്ക് ഇക്വേഷൻ ഇട്ട് കൊടുത്ത് കണ്ടുപിടിച്ചാൽ പോരെ. ഇപ്പൊ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ഇപ്പൊ ലെൻസ് ഫോർമുല, മിറർ ഫോർമുല പറയുന്ന പോലെ തന്നെ ലെൻസ് ഫോർമുല ഉണ്ട്. അതിലങ്ങ് ഇട്ട് കൊടുത്താൽ പോരെ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യൂസിങ് സൈൻ? അറിയാവോ? ഇല്ല സാർ. ഇല്ല. അറിയാവുന്നവരൊന്ന് കൈവക്കി. അയ്യോ, നമ്മൾ മിറർ പഠിച്ചപ്പോ ഞാൻ തന്നെ പറഞ്ഞാണ്. എല്ലാരേലും ഞാൻ നോട്ട് ലൈവ് അടിച്ചങ്ങ് തരൂ കേട്ടോ. എല്ലാരേലും ഞാൻ എഴുതി വരും. പറഞ്ഞോ. അതെ സാറാ മിടുക്കി. പറഞ്ഞോ സാറ പറയട്ടെ. സാറ പറഞ്ഞോ. വേറെ ആരാണ് കൈവക്കുന്നത്? ഓക്കെ, ഫാത്തിമ ബീവി അല്ലെ. ഓക്കെ, സാറ പറഞ്ഞോ. സർ, സൈൻ ഒക്കെ ഉപയോഗിച്ച് ഏത് സൈഡിലാണെന്ന് തിരിച്ചറിയണം. അതെ, ശരിയാണ്. ഫാത്തിമ ബീവി പറഞ്ഞോ. സൈഡ് അത് തന്നെ. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ അറിയാ? ഇപ്പൊ ആരാ പറയാ? ഇപ്പൊ ഫാത്തിമ ടി എൻ പറയുവാണ്
സാറേ എനിക്ക് ഇമേജ് കിട്ടിയിട്ടോ, എനിക്ക് 15 സെന്റിമീറ്റർ മാറിയിട്ടാണ് ഇമേജ് കിട്ടിയെന്ന് പറയുകയാണ്. അപ്പൊ നിഷാന പറയുകയാണ്, നിഷാന സാറേ എനിക്കും കിട്ടിയിട്ടോ, എനിക്കും 15 സെന്റിമീറ്റർ മാറിയിട്ട് ഒരു ഇമേജ് ഫോം ചെയ്തു. സാറയ്ക്ക് കിട്ടിയത് റൈറ്റ് സൈഡിലാണ്, നിഷാനക്ക് കിട്ടിയത് ലെഫ്റ്റ് സൈഡിലാണെന്ന് വിചാരിച്ചു. ഞാൻ എങ്ങനെ തിരിച്ചറിയും ആർക്കാ റൈറ്റ് സൈഡിൽ കിട്ടിയ ആർക്കാ ലെഫ്റ്റ് സൈഡിൽ കിട്ടിയെന്ന്? ബൈ യൂസിങ് 15 അല്ലെ? അപ്പൊ 15ന്റെ കൂടെ നമുക്ക് എന്ത് വേണം? സൈന് കൂടെ അതിന്റെ കൂടെ നമുക്ക് ആഡ് ചെയ്താലേ മനസ്സിലാവുള്ളൂ. ഒരു സൈൻ വേണ്ട, എന്നാലല്ലേ നമുക്ക് അതിപ്പോ സൈനിന്റെ പർപ്പസ് ഇത്രേ ഉള്ളൂ. നമുക്കത് റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ എന്ന് അറിയണം, നമുക്കത് റിയൽ ആണോ വിർച്വൽ ആണോ എന്ന് അറിയണം. ഓക്കെ, നമുക്ക് ഹൈറ്റ് ഇപ്പൊ നോക്കുമ്പോൾ മുകളിലേക്കാണോ താഴേക്കാണോ, അതായത് ഇൻവേർട്ടഡ് ആണോ ഇറക്റ്റ് ആണോ എന്ന് അറിയണം. ഇത് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ സൈൻ യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് വേറെ -15 എന്ന് പറഞ്ഞ വേറെ മീനിങ് ഒന്നുമില്ല. 15 ആണ് അതിന്റെ മീനിങ്. -15 എന്ന് ഉദ്ദേശിക്കുന്നത് 15 ആണ്. ആ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇത് റിയൽ ആണോ വിർച്വൽ ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, അപ്പൊ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷന്റെ പർപ്പസും അതാണ്, നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി. വെറുതെ ഒരു ഡിസ്റ്റൻസ് തന്ന നമുക്കറിയില്ല ആ ഡിസ്റ്റൻസ് മിററിന്റെ റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ എന്ന്, അല്ലെ? അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഒരു റെഫറൻസ് വെച്ചിട്ട് ഡിസ്റ്റൻസ് പറയുവാണ്. ഇതിന് റൈറ്റിലേക്കാണെങ്കിൽ പോസിറ്റീവ് എടുത്തോ, ഇതിന് ലെഫ്റ്റിലേക്കാണെങ്കിൽ നെഗറ്റീവ് എടുത്തോ, ഇതിന് എബവ് ആണെങ്കിൽ പോസിറ്റീവ് എടുത്തോ, ഇതിന് താഴേക്കാണെങ്കിൽ നെഗറ്റീവ് എടുത്തോന്ന്. ഓക്കെ, അലൈന എന്തിനാ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ യൂസ് ചെയ്യുന്നത്? സയൻസ് നമുക്ക് നമ്പേഴ്സിൽ സയൻസ് വരുമ്പോ അതിന്റെ സൈഡ് ഏതാണ് കണ്ടുപിടിക്കും. അതിന്റെ സൈഡ് ഏതാണ് അതിനെ കുറിച്ച് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ? അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര കൺഫ്യൂഷൻ ആയി പോകും. നിങ്ങൾ എല്ലാവരും റിയൽ ഇമേജും വിർച്വൽ ഇമേജും ഡിസ്റ്റൻസ് കൊണ്ടുവരുമ്പോൾ ഞാൻ ഏതാ റിയൽ ഏതാ വിർച്വൽ എന്ന് എനിക്കറിയില്ലല്ലോ. ഓക്കെ, അപ്പൊ അത് തിരിച്ചറിയണമെങ്കിൽ എനിക്ക് എന്ത് വേണം? ഒരു സൈനിന്റെ ഹെൽപ്പ് വേണം. ഇതിപ്പോ നമ്മൾ മിറർ പഠിച്ച പോലെ തന്നെയാണ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. മിററിൽ എങ്ങനെയാണ് സൈൻ കൺവെൻഷൻ യൂസ് ചെയ്തത് അതുപോലെ തന്നെ ഞാൻ ഇവിടെ വരയ്ക്കാം. അത് നമുക്കൊരു കോൺവെക്സ് ലെൻസ് വരയ്ക്കാം. ഓക്കെ, കോൺവെക്സ് ലെൻസ്. ഓക്കെ, ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസിന്റെ ഒപ്റ്റിക് സെന്റർ മാർക്ക് ചെയ്യട്ടെ. ഒപ്റ്റിക് സെന്റർ മാർക്ക് ചെയ്തു. ഓക്കെ, ഒപ്റ്റിക് സെന്ററിൽ നിന്ന് റൈറ്റിലേക്ക് എടുക്കുന്ന ഡിസ്റ്റൻസ് നമുക്ക് പോസിറ്റീവ് കൊടുക്കണോ നെഗറ്റീവ് കൊടുക്കണോ? അനീറ്റ, നമുക്ക് പോസിറ്റീവ് കൊടുക്കണോ നെഗറ്റീവ് കൊടുക്കണോ? അനീറ്റ പറയുന്ന പോലെ കൊടുക്കാം. പോസിറ്റീവ്. അപ്പൊ അനീറ്റ പറഞ്ഞ പോലെ ഞാൻ എന്ത് ചെയ്യുവാണ്? ഒപ്റ്റിക് സെന്ററിൽ നിന്ന് റൈറ്റിലേക്കാണ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതെങ്കിൽ ഞാൻ അത് പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുക. അതായത് ഇവിടുന്ന് ഒരു 5 സെന്റിമീറ്റർ മാറിയിട്ടാണ് ഞാൻ +5 എന്ന് പറയും. ഇവിടുന്ന് ഒരു 8 സെന്റിമീറ്റർ മാറിയിട്ടാണ് ഞാൻ +8 എന്ന് പറയും. ഓക്കെ, അതായത് ഏത് ഇമേജിനായിരിക്കും പോസിറ്റീവ് വരിക? റിയലിനായിരിക്കും. ഞാൻ ചോദിച്ചോളാം, നിങ്ങളോട് ചോദിച്ചോളാം. നിങ്ങൾ ഇപ്പൊ ഒന്ന് ആലോചിച്ച് വെച്ചേക്കട്ടോ, എങ്ങനെയുള്ള ഇമേജിനാണ് പോസിറ്റീവ് ഡിസ്റ്റൻസ് വരിക എന്ന്. അതായത് ഡിസ്റ്റൻസ് പോസിറ്റീവ് വരുന്നത് റിയൽ ഇമേജ് വരുമ്പോഴാണോ വിർച്വൽ ഇമേജ് വരുമ്പോഴാണ്? ഓക്കെ, ഓർത്ത് വെക്കുക, ഇത് ലെൻസ് ആണ്, മിറർ പോലെ അല്ല. റിയൽ ഇമേജ് വിർച്വൽ ഇമേജ് എവിടെയാണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം കേട്ടോ. നേരത്തെ ക്ലാസ്സിൽ ചോദിച്ചിട്ട് 2 പേരെ തെറ്റിച്ചോളൂ, ഇവിടെ എല്ലാവരും ശരിയാക്കണം. ഓക്കെ, ഓക്കെ, നോക്കൂ. ഇനി ഇവിടെ ശ്രദ്ധിച്ചോട്ടോ. ഇനി അടുത്തത് ഇവിടെ ലെഫ്റ്റിലേക്ക്, ഈ ഡിസ്റ്റൻസ് ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ ഓക്കെ, ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്തെന്ന് എടുക്കാൻ ജീലാനി? ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ലെഫ്റ്റിലേക്കാണെങ്കിൽ നെഗറ്റീവ് എടുക്കാം. ഓക്കെ, അപ്പോ ഇവിടെയാണ്, അതായത് ലെഫ്റ്റ് സൈഡിലാണ്. അനീറ്റ പറഞ്ഞോളൂ. ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതെങ്കിൽ എന്തെന്ന് എടുക്കുക? അത് നെഗറ്റീവ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ ഡിസ്റ്റൻസിന്റെ കാര്യം ഓക്കെ ആയി അല്ലെ? നമ്മൾ അങ്ങോട്ടാണെങ്കിൽ പോസിറ്റീവ് എടുക്കും, ഇങ്ങോട്ടാണെങ്കിൽ നെഗറ്റീവ് എടുക്കും. എനിക്കപ്പം നിങ്ങൾ പറയുമ്പോൾ മനസ്സിലാവും ലെൻസിന്റെ ഇവിടെയാണോ ഇമേജ് എന്ന്. ഇവിടെയാണെങ്കിൽ വിർച്വൽ, ഇവിടെയാണെങ്കിൽ റിയൽ. എനിക്കത് കിട്ടി. ഇനി അടുത്തത് എനിക്ക് ഹൈറ്റിനും വേണ്ടേ? അത് നേരെയാണോ തലതിരിഞ്ഞാണോ ഇരിക്കുന്നതെന്ന് പറയണ്ടേ? ഇപ്പൊ വെറുതെ 3 സെന്റിമീറ്റർ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അത് റിയൽ ഇമേജ് ആണോ വിർച്വൽ ഇമേജ് ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കുക? കാരണം 3 സെന്റിമീറ്റർ നേരെയാണോ ഹൈറ്റ് വരിക, അതോ 3 സെന്റിമീറ്റർ താഴേക്കാണോ? പ്രിൻസിപ്പൽ ആക്സിന് താഴേക്കാണോ പ്രിൻസിപ്പൽ ആക്സിന് മുകളിലേക്കാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ അവിടെയും സൈൻ കൺവെൻഷൻ യൂസ് ചെയ്യും. അതായത് എങ്ങനെയായിരിക്കും യൂസ് ചെയ്യുക? ഫാത്തിമ ഇർഫാന പറയുന്ന പോലെ ചെയ്യാം. ഫാത്തിമ ഇർഫാന എങ്ങനെയായിരിക്കും? ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. ഓഹോ, എന്നിട്ട് ഇമേജ് ആണെങ്കിലോ? പെടാൻ പോണോ കേട്ടോ. ഇമേജ് ആണെങ്കിലോ നെഗറ്റീവ് എടുക്കോ? നെഗറ്റീവ് എടുക്കുക. അപ്പൊ എങ്ങനെയാ നമ്മൾ ജനറൽ ആയിട്ട് എങ്ങനെയാ പറയാ? പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് മുകളിലേക്കാണെങ്കിൽ അല്ലെ, ഒബ്ജക്റ്റ് നേരെയല്ലേ ഇരിക്കുള്ളൂ, ഒബ്ജക്റ്റ് നേരെ നമ്മൾ വെക്കുന്നുള്ളൂ, വിർച്വൽ ഇമേജ് നേരെ വെക്കുന്നുള്ളൂ. അപ്പോൾ ഹൈറ്റ് മുകളിലേക്കാണെങ്കിൽ നമ്മൾ എന്തെന്ന് എടുക്കും? അത് പോസിറ്റീവ് ആയിട്ട് എടുക്കും. ഓക്കെ, ഹൈറ്റിന് താഴേക്കാണെങ്കിലോ
ഹൈറ്റ് മെഷർ ചെയ്യുന്ന താഴേക്കാണെങ്കിൽ അത് നെഗറ്റീവ്. ചില പിള്ളേർ ഹൈറ്റ് റിയൽ ഇമേജിന്റെ പോയിട്ട് നെഗറ്റീവ് എടുത്തു വെക്കും. റിയൽ ഇമേജിന്റെ അല്ല വിർച്വൽ ഇമേജിന്റെ ഹൈറ്റ് നെഗറ്റീവ്, കാരണം ലെഫ്റ്റ് സൈഡിലാണെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കരുത് കേട്ടോ. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ റൈറ്റ് സൈഡിലാണെങ്കിൽ ഹൈറ്റ് മെഷർ ചെയ്യേണ്ടത് താഴേക്കും മുകളിലേക്കുമാണ്. ഡിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡ്, അത് ഏത് ഇമേജ് ആണെന്ന് നിങ്ങൾ നോക്കണ്ട. ഓക്കെ, ഡിസ്റ്റൻസ് റൈറ്റിലേക്കാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ അത് പോസിറ്റീവ് എടുത്തോളുക. ഡിസ്റ്റൻസ് ലെഫ്റ്റ് സൈഡിലേക്കാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ അത് നെഗറ്റീവ് എടുത്തോളുക. ഓക്കെ, ഹൈറ്റ് മുകളിലേക്കാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ അത് പോസിറ്റീവ് എടുത്തേക്കുക. ഹൈറ്റ് താഴേക്കാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ അത് നെഗറ്റീവ് എടുത്തേക്കുക. ഓക്കെ ആണല്ലോ? ഇനി ഞാൻ എന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ എല്ലാവരും കണ്ണടച്ചോ? കണ്ണ് ശരിക്കും അടച്ചോ? ഓക്കെ, കണ്ണ് ശരിക്കും അടച്ചിട്ടുണ്ടോ? കണ്ണടയ്ക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്നെ പറ്റിക്കാൻ വേണ്ടി? ഇല്ല. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്ന ഇതാണ്, റിയൽ ഇമേജ് ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, റിയൽ ഇമേജ് ലെൻസിന്റെ എവിടെയാണ് ഫോം ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്ക് കേട്ടോ. റിയൽ ഇമേജ് സ്ക്രീനിൽ കിട്ടുന്ന ഓക്കെ, ആ ഡിസ്റ്റൻസ് പോസിറ്റീവ് ആണെന്നുള്ള ഒരു 1 എന്ന് കാണിക്കുക, നെഗറ്റീവ് ആണെന്നുള്ള ഒരു 2 എന്ന് കാണിക്കുക. മുഖത്തിന് നേരെ കാണിച്ചോ, അപ്പൊ എനിക്ക് കറക്റ്റ് ആയിട്ട് കാണാം. പോസിറ്റീവ് ആണെങ്കിൽ 1 എന്ന് കാണിക്കുക, നെഗറ്റീവ് ആണെങ്കിൽ 2 എന്ന് കാണിക്കുക. ഓക്കെ, എല്ലാരും കണ്ണു പറഞ്ഞേ. സഹറേ അനശ്വര എന്നെ പറ്റിച്ചല്ലോ. സഹറേ അനശ്വരേ എന്ത് പറ്റി? അതാ ഒരാളും കൂടെ, ആഷ്ന മോളും കൂടെ ഉണ്ട്. ഓക്കെ, 3 പേർക്ക് എന്താ പറ്റിയേ? റിയൽ ഇമേജ് എവിടെയാ ഫോം ചെയ്യുന്ന? റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ ആഷ്ന? റിയൽ ഇമേജ് എവിടെയാ ഫോം ചെയ്യുന്ന? റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ? റൈറ്റ് സൈഡിൽ. അപ്പൊ പോസിറ്റീവ് അല്ലേ ഇത്? അതാ ഞാൻ പറയുന്നത്, ഇത് മിറർ ആയിട്ട് എടുക്കരുത്. മിററിലെ റിയൽ ഇമേജ് ലെഫ്റ്റ് സൈഡിലാ, പക്ഷെ ഇവിടെ റിയൽ ഇമേജ് അപ്പുറത്തെ സൈഡിലാ, കാരണം സ്ക്രീൻ അപ്പുറം വെച്ചപ്പോഴല്ലേ കിട്ടിയേ. അപ്പൊ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോ വിർച്വൽ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. വിർച്വലിന്റെ നെഗറ്റീവ് ആയിരിക്കും, കാരണം വിർച്വൽ ലെഫ്റ്റ് സൈഡിലാണ്. ഓക്കെ, എപ്പോഴും റൈറ്റ് പോസിറ്റീവ് ആണ് അല്ലെ? റൈറ്റ് പോസിറ്റീവ്, ആ വാക്ക് കേട്ടാൽ തന്നെ അറിയാം. റൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ലെഫ്റ്റ് എന്ന് കേട്ടാൽ തന്നെ അതൊരു നെഗറ്റീവ് ആയിട്ടുള്ളതാണ് അല്ലെ? ലെഫ്റ്റ് പൊട്ടത്തിനാട്ടോ, എഴുതി വെക്കരുത്. ലെഫ്റ്റ് എന്ന് കേട്ടാൽ അത് നെഗറ്റീവ് ആണ്. ഇനി അതുപോലെ അപ്വേർഡ് എന്ന് കേട്ടാൽ നമുക്ക് മനസ്സിലാവും അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഡൗൺവേർഡ് എന്ന് കേട്ടാൽ അതൊരു നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പോ റൈറ്റ് പോസിറ്റീവ് ആണ്, അപ്വേർഡ് പോസിറ്റീവ് ആണ്, പക്ഷെ ലെഫ്റ്റും ഡൗൺവേർഡ് നെഗറ്റീവ് ആണ്. പിന്നെ ചിലപ്പോഴൊക്കെ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ ടീച്ചർമാര് ക്വാഡ്രന്റ് ഒക്കെ വെച്ചിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതായത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് യൂസ് ചെയ്ത്. അതായത് ഇവിടെ നമ്മൾ ഈ ക്വാഡ്രന്റ് വരച്ചിട്ടെ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചിട്ട് ഈ ഒപ്റ്റിക് സെന്ററിനെ ഒറിജിൻ ആയിട്ട് എടുക്കും. ഒപ്റ്റിക് സെന്ററിനെ ഒറിജിൻ ആയിട്ട് എടുക്കും. എന്നിട്ട് ഒപ്റ്റിക്സ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ അത് പോസിറ്റീവ് വാല്യൂ അല്ലേ, നിങ്ങൾ ഗ്രാഫ് വരച്ചേക്കുന്നല്ല, 1, 2, 3. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ അത് നെഗറ്റീവ് അല്ലേ, -1, -2, -3. അതുപോലെ മുകളിലേക്ക് വരുമ്പോൾ പോസിറ്റീവ് അല്ലേ, 1, 2, 3. അതായത് മുകളിലേക്ക് വരുമ്പോൾ പോസിറ്റീവ്, താഴേക്ക് വരുമ്പോഴോ അത് നെഗറ്റീവ് അല്ലെ, -1, -2, -3. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഓർത്തിരിക്കാം, നോട്ട് ചെയ്ത് വെച്ചോ. ഇതുപോലെ തന്നെയാണ് കോൺ കേവിന്റെയും, അതും കൂടെ വരച്ച് സമയം കളയുന്നില്ല എന്നുള്ളൂ കേട്ടോ. കോൺ കേവിന്റെ ഇതുപോലെ തന്നെയാണ്. റുക്സാന, എന്തിനാ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ യൂസ് ചെയ്യുന്നത്? സൈഡൊക്കെ മനസ്സിലാവും. എനിക്ക് ഇടയ്ക്ക് മറവി ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചോദിക്കും. പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ. അയ്യോ, ഒന്നോടെ കേൾക്കുന്നില്ല, കട്ടായി പോവാ.
അടിപൊളി. ഓഫ് ചെയ്തോ കുഴപ്പമില്ല. ഞാൻ വേറെ ഓഫ് ചെയ്തോ കുഴപ്പമില്ല. നമുക്ക് ആരോടെ ചോദിക്കാം? ആദിലിനോട് ചോദിക്കാം. ആദിൽ, എന്തിനാ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ യൂസ് ചെയ്യുന്നത്? സൈഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അത് സൈഡ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല, അത് റിയൽ ആണ്, അത് നേരെയാണോ തലതിരിഞ്ഞാണെന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അത് നേരെയാണോ തലതിരിഞ്ഞാണെന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ അത് ലെഫ്റ്റ് സൈഡിലാണോ റൈറ്റ് സൈഡിലാണോ എന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ഇമേജ് റിയൽ ആണോ വിർച്വൽ ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കഴിഞ്ഞോ? കഴിയാത്ത ആരെങ്കിലും ഒന്ന് കൈവക്കിക്ക്. ലെഫ്റ്റ് ഹാൻഡ് റൈസ് ചെയ്ത്, ലെഫ്റ്റ് ഹാൻഡ് കഴിയാത്ത. ഓക്കെ. ഇനി ആരെങ്കിലും എഴുതുന്നുണ്ടോ? ഒന്ന് കൈവക്കി ആരെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ. എനിവൺ? ആരെങ്കിലും? ഇല്ലല്ലോ. ഓക്കെ, ഞാൻ ഈ ബോർഡ് മാറ്റുവാണ്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എക്സാമിന് ഇനി ചോദിക്കുക, ചിലപ്പോ ഇതൊക്കെ എന്താണെന്നായിരിക്കും ചോദിക്കുക. ലൈറ്റ് റൂളിന്റെ കൺവെൻഷൻസ് എഴുതാൻ പറയാൻ, കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എഴുതാൻ പറയുവാണെങ്കിൽ ഒന്ന് എഴുതാൻ അറിയണമല്ലോ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതി വെച്ചോ. ഞാൻ ജസ്റ്റ് എന്തൊക്കെയാന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ പറയാം, എല്ലാ ഡിസ്റ്റൻസും മെഷർ ചെയ്യുന്നത് പോളിൽ നിന്നാണ്, ഒപ്റ്റിക് സെന്ററിൽ നിന്നാണ്. എല്ലാ ഡിസ്റ്റൻസും മെഷർ ചെയ്യുന്നത് ഒപ്റ്റിക് സെന്ററിൽ നിന്നാണ്. ഓൾ ഡിസ്റ്റൻസ് ആർ മെഷർഡ് ഫ്രം ഒപ്റ്റിക് സെന്റർ. ഓക്കെ, ഓക്കെ, കഴിഞ്ഞോ? അത് കഴിഞ്ഞ് അടുത്തതിന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതിയാൽ മതി. ഇവിടെ കേട്ടോ. രണ്ടാമത്തെ ഞാൻ പറഞ്ഞുതരാം. ഇൻസിഡന്റ് റേയുടെ ഡയറക്ഷനിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. ഇൻസിഡന്റ് റേക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഡിസ്റ്റൻസ് മെഷേർഡ് ഇൻ ദി അലോങ് ദ ഡയറക്ഷൻ ഓഫ് ഇൻസിഡന്റ് റേ ആണെങ്കിൽ നമ്മൾ അത് പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുക. ഡിസ്റ്റൻസ് മെഷേർഡ് ഓപ്പോസിറ്റ് ടു ദി ഡയറക്ഷൻ ഓഫ് ഇൻസിഡന്റ് റേ ആണെങ്കിൽ നമ്മളത് നെഗറ്റീവ് ആയിട്ട് എടുക്കും. ഇൻസിഡന്റ് റേയുടെ അതേ ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ ആ ഡിസ്റ്റൻസ് പോസിറ്റീവ് ആയിട്ട് മെഷർ ചെയ്യും. ഇൻസിഡന്റ് റേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ അത് നെഗറ്റീവ് ആയിട്ട് മെഷർ ചെയ്യും. ഓക്കെ, നെഗറ്റീവ് ആയിട്ട് എടുക്കും. ഒന്നുകൂടെ പറയാം. ഇൻസിഡന്റ് റേക്ക് അലോങ് ആയിട്ട് മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസ് പോസിറ്റീവ്. ഇൻസിഡന്റ് റേക്ക് ഓപ്പോസിറ്റ് ആയിട്ട് മെഷർ ചെയ്യുന്നത് നെഗറ്റീവ്. ഇൻസിഡന്റ് റേയുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ട് മെഷർ ചെയ്യുവാണെങ്കിൽ അത് നെഗറ്റീവ് ആയിട്ട് എടുക്കും. ഇൻസിഡന്റ് റേയുടെ ഡയറക്ഷൻ അലോങ് ആയിട്ട്, അതായത് അതേ ഡയറക്ഷനിൽ മെഷർ ചെയ്യുവാണെങ്കിൽ അത് പോസിറ്റീവ് ആയിട്ട് എടുക്കും. പറഞ്ഞോ സാറാ. ഇൻസിഡന്റ് റേ എന്ന് പറയുമ്പോൾ പൊസിഷൻ നോക്കുന്നുണ്ടോ? ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ നോക്കുന്നുണ്ടോ? അത് പറയണ്ട. ഇത് രണ്ടാമത്തെ പോയിന്റ് അതാണ്, ഞാൻ വിട്ടുപോയത്. ഞാൻ മൂന്നാമത്തേൽ അത് പറയാം കേട്ടോ. കഴിഞ്ഞോ? ഇതാ പിടിച്ചോ. ലൈറ്റ് ഈസ് അസ്യൂംഡ് ടു ട്രാവൽ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഓക്കെ, ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ്. ലൈറ്റ് ഈസ് അസ്യൂംഡ് ടു ബി ട്രാവൽ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലൈറ്റ് നമ്മൾ എപ്പോഴും അങ്ങനെ എടുക്കുക കേട്ടോ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് എടുക്കുക. ഓക്കെ, അങ്ങനെ എടുത്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? ഫോക്കസ് അപ്പുറം ഇപ്പുറം വരും. നിങ്ങൾ കൺഫ്യൂഷൻ ആവില്ലേ? ലെൻസിൽ നിന്ന് റൈറ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് അപ്പുറം ഫോക്കസ് ഉണ്ടാക്കും, ലെഫ്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് അപ്പുറം ഫോക്കസ് ഉണ്ടാക്കും. നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കുറച്ച് കൺവെൻഷൻ പറയുന്നത്. ഇതിങ്ങനെ എടുത്താൽ മതി. ഓക്കെ, കഴിഞ്ഞല്ലോ? പറയാലോ. എന്താ? ലൈറ്റ് ഈസ് അസ്യൂംഡ് ടു ട്രാവൽ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ്. ഓക്കെ, ഒരെണ്ണം കൂടി. ഡിസ്റ്റൻസ് മെഷേർഡ് അപ്വേർഡ്സ് ഫ്രം പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് അപ്വേർഡ് മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഡിസ്റ്റൻസ് മെഷേർഡ് അപ്വേർഡ് ഫ്രം പ്രിൻസിപ്പൽ ആക്സിസ് പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് ദോസ് മെഷേർഡ് ഡൗൺവേർഡ് നെഗറ്റീവ് ആയിരിക്കും. ഡിസ്റ്റൻസ് മെഷേർഡ് അപ്വേർഡ് ഫ്രം പ്രിൻസിപ്പൽ ആക്സിസ് പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് ദോസ് മെഷേർഡ് ഡൗൺവേർഡ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇത്രയല്ലേ ഉള്ളൂ. ലെഫ്റ്റിൽ നിന്നാണ് വരുന്നത്, ഒപ്റ്റിക് സെന്ററിൽ നിന്നാണ് എല്ലാ ഡിസ്റ്റൻസും മെഷർ ചെയ്യാവുള്ളൂ.
അപ്വേർഡ് പോസിറ്റീവ് ആണ്, ഡൗൺവേർഡ് നെഗറ്റീവ് ആണ്, റൈറ്റ് പോസിറ്റീവ് ആണ്, ലെഫ്റ്റ് നെഗറ്റീവ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല. ഡിസ്റ്റൻസ് മെഷേർഡ് ടു ദ അല്ല, ഇതിന് മുന്നത്തെ സ്റ്റേറ്റ്മെന്റിൽ ഡിസ്റ്റൻസ് മെഷേർഡ് ടു ദ റൈറ്റ് ഓഫ് ഒപ്റ്റിക് സെന്റർ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഒപ്റ്റിക് സെന്ററിന്റെ റൈറ്റിലേക്കും ഒപ്റ്റിക് സെന്ററിന്റെ ലെഫ്റ്റിലേക്കും അങ്ങനെ എടുത്താലും കുഴപ്പമില്ല. ഓക്കെ, കഴിഞ്ഞല്ലോ അല്ലെ? ഓക്കെ, ഞാൻ എഴുതുന്നില്ലല്ലോ, കിട്ടിയല്ലോ 4 പോയിന്റ്. ഏതൊക്കെയാണ് 4 പോയിന്റ്? ദിയ, ആ 4 പോയിന്റ് ഒന്ന് വായിച്ച ദിയ. വായിക്കണ്ട, പറഞ്ഞാൽ മതി. അതിൽ നോക്കി വായിക്കണ്ട, മനസ്സിലായത് പറഞ്ഞാൽ മതി. പറഞ്ഞോ. എല്ലാ ഡിസ്റ്റൻസും ഒപ്റ്റിക് സെന്ററിൽ നിന്ന് മെഷർ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് വൺ. ഇനി ലൈറ്റ് എങ്ങടാ ട്രാവൽ ചെയ്യാ? ലൈറ്റ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണോ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണോ? ബുക്ക് നോക്കണ്ട, ലൈറ്റ് എങ്ങടാ ട്രാവൽ ചെയ്യാ? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്. അങ്ങനെയാണെങ്കിൽ ആ ലൈറ്റിന്റെ ഡിറക്ഷനിൽ മെഷർ ചെയ്യുന്ന പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും? പോസിറ്റീവ്. ലൈറ്റിന്റെ ഡിറക്ഷൻ ഓപ്പോസിറ്റ് മെഷർ ചെയ്യുന്ന പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും? നെഗറ്റീവ്. ഒപ്റ്റിക്സ് പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് മുകളിലേക്കാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും? പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് താഴേക്കാണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും? നെഗറ്റീവ്. ഓക്കെ ആണോ? ഇനി നമ്മൾ നേരെ ലെൻസ് ഫോമിലേക്ക് പോകുന്നില്ല. നമുക്ക് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും കറക്റ്റ് സൈൻ ഉപയോഗിച്ച് എഴുതാൻ അറിയാവുന്ന ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ, എന്നിട്ട് പോയാൽ മതി കേട്ടോ. കഴിഞ്ഞ തവണ നമ്മളൊരു നേരെ എടുത്ത് ചാടിയതിന്റെ കുറെ അപകടങ്ങൾ പറ്റി. അതുകൊണ്ട് ഈ തവണ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ആദ്യം ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇമേജ് ഡിസ്റ്റൻസ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഒരു 5 കേസ് ഞാൻ തരും. നിങ്ങൾ 5 കേസിൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസ്, ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്, ഹൈറ്റ് ഓഫ് ദി ഇമേജ്, ഇത് 4 നിങ്ങൾ തന്നെ സൈൻ, വേറൊന്നുമില്ല, വാല്യൂസ് ഒക്കെ ഞാൻ തരും. നിങ്ങൾ അത് സൈൻ കൊടുത്ത് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, ദ ബോർഡ് ഒന്ന് ഷെയർ ചെയ്യാം. എന്തെന്ന് എഴുതുക? എക്സാമ്പിൾ എന്ന് എഴുതാം അല്ലെ? കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ യൂസ് ചെയ്ത് നമ്മൾ കുറച്ച് എക്സാമ്പിൾ എഴുതുവാണ്. ഓക്കെ, ഒരു 5 എക്സാമ്പിൾ ഉണ്ട് കേട്ടോ. എക്സാമ്പിൾ 1 കണ്ടു. ഒബ്ജക്റ്റ് എപ്പോഴും ലെഫ്റ്റ് സൈഡിലാണ്, യാതൊരു സംശയമില്ല. ഒബ്ജക്റ്റ് എപ്പോഴും നമ്മൾ വയ്ക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. ഓക്കെ, ഇനി ഇവിടെ ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത് റൈറ്റ് സൈഡിലാണ്. ഇമേജ് ഫോം ചെയ്തിരിക്കുന്ന റൈറ്റ് സൈഡിലാണെങ്കിൽ അത് എന്ത് ഇമേജ് ആയിരിക്കും അച്ചു? ഇമേജ് ഫോം ചെയ്യുന്ന റൈറ്റ് സൈഡിലാണെങ്കിൽ അത് എന്ത് ഇമേജ് ആയിരിക്കും? റിയൽ ഇമേജ് ആയിരിക്കും, തീർച്ചയായിട്ടും റിയൽ ഇമേജ് ആയിരിക്കും. ഓക്കെ, ഒരു റിയൽ ഇമേജ് റൈറ്റ് സൈഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. കുഞ്ഞി ഇമേജ് ആട്ടോ. ഓക്കെ, ഇനി നോക്കോ. ഇനി ഡിസ്റ്റൻസ്. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ല. ഓക്കെ, നിങ്ങൾ ക്ലാസ്സിൽ ലൈവ് ആണെന്നറിയാൻ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ചെക്ക് ചെയ്യും കേട്ടോ. ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, അപ്പോ ഇമേജ് ഫോം ചെയ്തിരിക്കുന്ന റൈറ്റ് സൈഡിൽ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 3 സെന്റിമീറ്റർ. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ഞാൻ ഈ ബ്ലാക്കും റെഡും വരയ്ക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഒബ്ജക്ട് ഏതാ ഇമേജ് ഏതാന്ന് കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ OB എന്ന് എഴുതാം. OB, ഇതാണ് ഒബ്ജക്റ്റ്. അതുപോലെ ഇമേജ് IM. ഓക്കെ, ഇമേജിന്റെ ഹൈറ്റ് 1 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ 3 സെന്റിമീറ്ററുള്ള ഒബ്ജക്റ്റ് വെച്ചപ്പോ 1 സെന്റിമീറ്റർ ഉള്ള റിയൽ ഇമേജ് ആണ് ഫോം ചെയ്തത്. ഇനി ഡിസ്റ്റൻസ്, ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ഒപ്റ്റിക് സെന്ററിൽ നല്ല മെഷർ അല്ലേ? ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 8 സെന്റിമീറ്റർ ആണ് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് 24 സെന്റിമീറ്റർ. ഇതാണ് കേസ് 1. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. എനിക്ക് നിങ്ങൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എത്രയാണെന്ന് മെഷർ ചെയ്യുക, ഇമേജ് ഡിസ്റ്റൻസ് എത്രയാണെന്ന് മെഷർ ചെയ്യുക.
ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എത്രയാണെന്ന് മെഷർ ചെയ്യുക, ഹൈറ്റ് ഓഫ് ദി ഇമേജ് എത്രയാണെന്ന് മെഷർ ചെയ്യുക. ഇത് 4 അവിടെ എഴുതുക കേട്ടോ. ഓക്കെ, മുഹമ്മദ് സാബിത്ത്. സാബിത്ത് ഇതെല്ലാം ഞാൻ തന്നിട്ടുണ്ടല്ലോ, പിന്നെ ഇതിനെ നിങ്ങളോട് എഴുതാൻ പറയുന്ന സാബിത്തെ? മനസ്സിലായില്ല. ഇതെല്ലാം ഞാൻ തന്നിട്ടില്ല, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇമേജ് ഡിസ്റ്റൻസും. നിങ്ങൾക്ക് എന്താ ഇപ്പൊ പണിയുള്ള ഇതിനകത്ത്? ഇത് നേരെ പറക്കി എഴുതിയാൽ മതി. 8, 3, എത്ര 1, ഒരു 1, 24 നേരെ എഴുതിയാൽ മതി. അതോ സൈൻ ഇടണോ? സൈൻ ഇടണം. അത് ഇങ്ങോട്ട് പറയണം കേട്ടാ. സൈൻ ഇടണം. നിങ്ങൾ സൈൻ ഇട്ട് എഴുതണം കേട്ടാ. പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇട്ട് എഴുതുക, മൈനസ് ആണെങ്കിൽ മൈനസ് ഇട്ട് എഴുതുക. ഓക്കെ, എന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചോളാം. ഓക്കെ, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസ്, ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്, ഹൈറ്റ് ഓഫ് ദി ഇമേജ് എഴുതിക്കോ. എഴുതി കഴിയുമ്പോൾ ഒന്ന് ആൻഡ്രൈസ് ചെയ്ത് വെച്ചേ കേട്ടോ. ലൈന കഴിഞ്ഞോ? പടം വരച്ച് കഴിഞ്ഞോ? ഫിഗറും വരച്ചോ? കൊള്ളാലോ. പിന്നെ ആരാണ്? അമാന സ്വാലിയ. ഓക്കെ ഓക്കെ. അടുത്ത ഭീമ അല്ലെ അബിയ. ഓക്കെ, അബിയുടെ വീഡിയോ ഓഫ് ആണല്ലോ അബിയ. പെട്ടെന്നാട്ടെ, ഒരു 1 മിനിറ്റ് ടൈം കൂടി തരാം കേട്ടോ. സ്പീഡ് ആക്കണേ. ഓക്കെ, എല്ലാരും കഴിഞ്ഞല്ലോ അല്ലെ? ഭീമാനവാസ് എന്താണ്, കഴിഞ്ഞാണോ കഴിയാത്തയാണോ? തലയാട്ടിക്കൊണ്ടിരുന്നാ മതി. അവിടെ ആൻഡ്രൈസ് ബട്ടൺ ഉണ്ട്, അത് ഞെക്ക്. ആൻഡ്രൈസ് ബട്ടൺ. ഓക്കെ, ഇനി എല്ലാവരും കണ്ണടച്ചേ. അല്ല, കണ്ണടച്ച് കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും അല്ലെ? യു നോക്കിക്കോട്ടോ, ഞാൻ ഓരോന്ന് പറയാം. യു കേട്ടോ. ഓക്കെ, എല്ലാരും കണ്ണടച്ചോ. യുടെ വാല്യൂ കണ്ണടച്ചേ. കണ്ണടച്ചിട്ടല്ലോ എല്ലാരും? യുടെ വാല്യൂ. ഓക്കെ ഓക്കെ ഓക്കെ. യുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ 1 കാണിക്കുക, നെഗറ്റീവ് ആണെങ്കിൽ 2 കാണിക്കുക. ഫേസിന് നേരെ കാണിച്ചോ. പോസിറ്റീവ് ആണെങ്കിൽ 1, നെഗറ്റീവ് ആണെങ്കിൽ 2. പോസിറ്റീവ് ആണെങ്കിൽ 1, നെഗറ്റീവ് ആണെങ്കിൽ 2. സഹറ 1ഉം 2ഉം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? സഹറയ്ക്ക് ഉറപ്പില്ല. അതുപോലെ അൽഹയ്ക്ക് എന്താണ് 1? ഓക്കെ, ബാക്കി എല്ലാവരും കൈതാത്തിക്കോ. അൽഹ എന്താണ് 1 കാണിക്കുന്നത്? അമീൻ ഷാജി എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അമീനെ ഉണ്ടല്ലേ? ഓക്കെ. അൽഹ പറഞ്ഞോ, അൽഹയ്ക്ക് എന്താ 1 എന്ന് കിട്ടിയേ? ഏത് ഒബ്ജക്റ്റാ? ഒബ്ജക്റ്റ്. യു ഫോർ ഒബ്ജക്റ്റ് കേട്ടോ. പഠിച്ചു വെക്കണേ. എ ഫോർ ആപ്പിൾ, യു ഫോർ ഒബ്ജക്റ്റ് എന്നിട്ടാ. ഓക്കെ, അപ്പോ യു എന്ന് പറയുന്ന ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് ആണ്. അത് എപ്പോഴും നെഗറ്റീവ് ആണ്. അവിടെ കൺഫ്യൂഷന്റെ യാതൊരു കാര്യമില്ല കണ്ടോ. എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി ഇമേജ് ഡിസ്റ്റൻസ് വി ആണ് കേട്ടോ. ഡിസ്റ്റൻസ് ആണ്, ഹൈറ്റ് അല്ല, ഡിസ്റ്റൻസ്. ഓക്കെ, എല്ലാരും കണ്ണടച്ചേ. എല്ലാവരും കണ്ണടച്ചോ. കണ്ണ് ശരിക്കും അടച്ചോട്ടോ, എന്നാലാണ് നമുക്ക് തെറ്റുകൾ കണ്ടെത്താനൊക്കെ പറ്റുള്ളൂ. ഇനി പറഞ്ഞോ, കൈ കാണിച്ചോ. 1 ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ 1, നെഗറ്റീവ് ആണെങ്കിൽ 2. ഇമേജ് ഡിസ്റ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ 1, നെഗറ്റീവ് ആണെങ്കിൽ 2. ഓക്കെ, മെച്ചപ്പെട്ടു. ഫാത്തിമ സുബൈർ എവിടെ? ഫാത്തിമ സുബൈറിനെ കണ്ടില്ലല്ലോ. ഫാത്തിമ മുഖത്തിന് നേരെ പിടിക്കും. ഫാത്തിമ ഉറങ്ങിയ? ഫാത്തിമ സുബൈർ. എല്ലാരും കൈ താത്തിക്കോ. ഫാത്തിമ സുബൈർ മുഖത്തിന് നേരെ പിടിക്കണം. സ്റ്റക്ക് ആയതാ, ഞാൻ നോക്കുമ്പോ കണ്ണടച്ചിരിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ മുഖത്തിന് നേരെ പിടിക്കണം കേട്ടോ, എന്നാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും പോസിറ്റീവ് ആണ്, മാറിപ്പോരുത് കേട്ടോ. അപ്പൊ റിയൽ ഇമേജ് എപ്പോഴും പോസിറ്റീവ് ആണ് അല്ലെ? എപ്പോഴും റൈറ്റ് സൈഡിലല്ലേ? അപ്പൊ ഡിസ്റ്റൻസ് പ്ലസ് 8 സെന്റിമീറ്റർ. ഓക്കെ, ഇനി ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്ട്. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് കണ്ണടച്ചോ. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് കണ്ണടച്ചിട്ടുണ്ടല്ലോ എല്ലാവരും അല്ലെ? ആരും കള്ളത്തരം കാണിക്കരുത് കേട്ടാ. സാറ നേരെ ഫേസ് വരട്ടെ. സാറുടെ ഫേസ് കാണുന്നല്ലോ. ഓക്കെ, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് പോസിറ്റീവ് ആണെങ്കിൽ 1 എന്ന് കാണിച്ചേ, നെഗറ്റീവ് ആണെങ്കിൽ 2 എന്ന് കാണിച്ചേ. പോസിറ്റീവ് ആണെങ്കിൽ 1, നെഗറ്റീവ് ആണെങ്കിൽ 2. പോസിറ്റീവ് ആണെങ്കിൽ 1, നെഗറ്റീവ് ആണെങ്കിൽ 2. ഓക്കെ, അൽസാബിത്തിന്റെ കാണുന്നില്ല കേട്ടോ. അൽസാബിത്തെ മുഖത്തിന് നേരെ പിടിക്കാൻ പറഞ്ഞ അൽസാബിത്തിന് മനസ്സിലാവൂല.
ആ ഓക്കെ. അൽഹ കണ്ണ് തുറന്നു വെച്ചോണ്ടിരിക്കുകയാണ്, പറഞ്ഞാ കേൾക്കൂല അല്ലെ. അമാന സ്വാലിഹ, എന്താ അമാന 2 ആയി പോയെ? ബാക്കി എല്ലാവരും താത്തിക്കോ. 2 ആയി പോയ എന്താ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ്? ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് നെഗറ്റീവ് ആണ്. നമ്മൾ ക്യാൻഡിൽ ഇങ്ങനെ പിടിച്ച് തല തിരിച്ച് പിടിച്ചിട്ടാണോ നോക്കിയേ, അതോ നേരെ പിടിച്ചിട്ടാണോ നോക്കിയേ? എപ്പോഴും പോസിറ്റീവ്, കാരണം ഒബ്ജക്റ്റ് എപ്പോഴും നേരെ ഇരിക്കുവാന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നത് അല്ലെ. ഒബ്ജക്റ്റ് എപ്പോഴും മിററിന്റെ ഫ്രണ്ടിൽ നേരെ ആയിരിക്കുന്നത്, തലതിരിഞ്ഞല്ല. ഓക്കെ, പോസിറ്റീവ് ആണ്. ഇതൊക്കെ എക്സാമിന് പറ്റും കേട്ടോ. പോസിറ്റീവ് ആണ്. ഡിസ്റ്റൻസ് ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് പോസിറ്റീവ് 3 സെന്റിമീറ്റർ. ഇനി ഇമേജിന്റെ ഹൈറ്റ് ശരിക്കും കണ്ടോട്ടോ. ഇമേജിന്റെ ഹൈറ്റ് കണ്ണടച്ചോ. ഇനിയിപ്പോ ഫാസ്റ്റ് ആക്കി വരണം കേട്ടോ. ഇമേജിന്റെ ഹൈറ്റ് കണ്ണടച്ചേ. ഓക്കെ, പോസിറ്റീവ് കിട്ടിയൊരു 1 എന്ന് കാണിക്കുക, നെഗറ്റീവ് കിട്ടിയൊരു 2 എന്ന് കാണിക്കുക. ഇമേജിന്റെ ഹൈറ്റ് പോസിറ്റീവ് കിട്ടിയൊരു 1 എന്ന് കാണിക്കുക, നെഗറ്റീവ് കിട്ടിയൊരു 2 എന്ന് കാണിക്കുക. ഈ അഫിനൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അഫിൻ പുള്ളി അവിടെ ഇരുന്ന് പറയട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ ഫൈൻ, കഴിഞ്ഞു. നെഗറ്റീവ് ആണ് അല്ലെ. ഇമേജിന്റെ ഹൈറ്റ് തലതിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് നെഗറ്റീവ് ആണ് 1 സെന്റിമീറ്റർ. ഓക്കെ, ഇതെല്ലാം ശരിയാവരുന്ന കൈബുക്കേ. എന്താ കുഴപ്പം, ഈ തവണ ബൈ വീക്കിലേക്ക് ഭയങ്കര മാർക്കായിരിക്കുമല്ലോ അപ്പൊ. ഓക്കെ, ആ 8 സെന്റിമീറ്റർ ആണ് രണ്ടും. അല്ല 8 അല്ല, അത് മാറിയില്ലേ. ഇമേജ് 24 ആണല്ലേ. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് -24, സോറി -24. ഈ റേഷ്യോ സെയിം ആയിരിക്കും കണ്ടോ. ഇത് 8ന്റെ 3 ടൈംസ് ആണെങ്കിൽ ഇത് 1ന്റെ 3 ടൈംസ് ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചതാ. ഓക്കെ, മാഗ്നിഫിക്കേഷൻ പഠിക്കുമ്പോൾ കുറെ കൂടി മനസ്സിലാവും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ മാഗ്നിഫിക്കേഷൻ, അത് തന്നെ ഇവിടെ കേട്ടോ. ഈ റേഷ്യോ സെയിം ആയിരിക്കും. ഇത് 3 ടൈംസ് ആണെങ്കിൽ ഇതും 3 ടൈംസ് ആയിരിക്കും. ഓക്കെ, ഇനി കേസ് 2, രണ്ടാമത്തെ കേസ്. ഇത് എവിടെയാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ ഒബ്ജക്റ്റ് എവിടെയായിരിക്കും ഇരിക്കുക എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. എവിടെയായിരിക്കും ഇരിക്കുക? സിയുടെ ഫ്രണ്ടിലായിരിക്കും, സിയുടെ പുറകിലായിരിക്കും ഒബ്ജക്റ്റ് ഇരിക്കുക. സിയില് കറക്റ്റ് സെയിം സൈസാ. സിയുടെ പുറകിലാണോ സിയുടെ ഫ്രണ്ടിലാണോ? ആർക്ക് പറയാം? സിയുടെ പുറകിലാണ്. ഓക്കെ, പറഞ്ഞോ. ഒരാൾ പറഞ്ഞോ. ഫാത്തിമ ഇസ്മായിൽ പറഞ്ഞോ. സിയുടെ പുറകിലാണോ സിയുടെ ഫ്രണ്ടിലാണോ? സിയുടെ ഫ്രണ്ടില് കുഞ്ഞ് ഇമേജ് ആണോ ഉണ്ടാവുക? ഫോക്കസിന്റെ സൈഡിലേക്ക്. സിയുടെ പുറകിലല്ലേ? സിയുടെ പുറകിലാണ്. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വളരെ ദൂരെ വെക്കുമ്പോ വളരെ കുഞ്ഞ് ഇമേജ്, സിയുടെ പുറകിൽ വെക്കുമ്പോ കുഞ്ഞ് ഇമേജ്, സിയിൽ വെക്കുമ്പോ വലുതായി. ഇമേജ് ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. നിങ്ങൾ വലുതായി വന്ന പോലെ ആദ്യം വളരെ കുഞ്ഞാർന്നു, പിന്നെ കുറച്ച് ചെറുതെന്ന് പറയാൻ പറ്റും, പിന്നെ സെയിം സൈസ് ആയി, പിന്നെ വലുതായി, പിന്നെ ഭയങ്കര വലുതായി, പിന്നെ വിർച്വലായി. ഇങ്ങനെയല്ലേ പഠിച്ചേ? ഓക്കെ, അപ്പൊ സിയുടെ പുറയിലായിരിക്കും, ബിയോണ്ട് സി ആയിരിക്കും ഈ കേസ് വരിക. ഓക്കെ, അടുത്ത കേസ് 2. എന്റെ കൂടെ വരച്ചു നോക്ക്. ഇനി സമയം കളയണ്ട. ഒരു ലെൻസ് വരച്ചോ, കോൺവെക്സ് തന്നെ വരച്ചോ. കോൺവെക്സ് ലെൻസ് വരയ്ക്കുക. ഇതില് ഞാൻ ഈ കളർന്ന് മാറ്റി വരയ്ക്കണല്ലോ. OB-IM എന്നിട്ടാ പോരെ, ഇത് സമയം കളയണ്ടല്ലോ. OB 2 സെന്റിമീറ്റർ കേട്ടോ. OB 2 സെന്റിമീറ്റർ. OB 2 സെന്റിമീറ്റർ. അത് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ്? 20 സെന്റിമീറ്റർ മാറിയിട്ട്. സെന്റിമീറ്റർ മാറിയിട്ട്. ഓക്കെ, അതുപോലെ ഇമേജ് കിട്ടുന്നത് 2 സെന്റിമീറ്റർ. ഇമേജ് കിട്ടുന്നത് 2 സെന്റിമീറ്റർ തന്നെ, സെയിം ഹൈറ്റില്. ഓക്കെ, അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് ഏതാ കേസ് എന്ന് അല്ലെ. 2 സെന്റിമീറ്റർ ആണ്. ആ ഡിസ്റ്റൻസും 20 തന്നെ. സെന്റിമീറ്റർ IM. ഓക്കെ, നിങ്ങൾ എനിക്ക് കണ്ടുപിടിച്ച് തരേണ്ടത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസ്, ഒബ്ജക്റ്റ് ഹൈറ്റ്, ഇമേജ് ഹൈറ്റ്. ലോവർ ഹാൻഡ് ചെയ്തോ, എന്നിട്ട് ഇത് ചെയ്ത് കഴിയുമ്പോൾ അൺറൈസ് ചെയ്താൽ മതി.
ഓക്കെ, അപ്പൊ ഈ 5 കേസ് ചെയ്ത് കഴിയുമ്പോൾ അത് ഓക്കെ ആവണം കേട്ടോ. ഒബ്ജക്റ്റ് ഹൈറ്റ്, ഇമേജ് ഹൈറ്റ്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, അതായത് വാല്യൂ എടുത്തെഴുതുമ്പോൾ തെറ്റിയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, എന്തറിയാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നമുക്ക് ഇമേജ് ലെൻസ് ഫോർമുലയും മിറർ ഫോർമുലയും ഒക്കെ അറിയാം, മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എടുക്കുമ്പോൾ വാല്യൂ സൈൻ മാറിപ്പോയാൽ തീർന്നില്ലേ? അതുകൊണ്ട് ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ചെയ്ത് കഴിഞ്ഞവർ അൺറൈസ് ചെയ്ത് വെച്ചോ. ചെയ്ത് കഴിഞ്ഞവർ ഓക്കെ ഓക്കെ, പെട്ടെന്ന് ചെയ്യണം ഇനി മുതൽ കേട്ടോ, സമയം കളയരുത്. പറഞ്ഞോളൂ. ആരാണ്? ഓഫ് ചെയ്തോ? ഓക്കെ. ബോബി കഴിഞ്ഞില്ലേ? ഓക്കെ. ഫാത്തിമ പർവീൻ, ഫാത്തിമ പി അല്ലേ? ഫാത്തിമ പി ആരാണ്? മോളുടെ പേരെന്താ? ഫാത്തിമ? സാർ എന്റെ ആണോ? ആ, ഫാത്തിമ പി എ. ഫാത്തിമ പി. ഓക്കെ. കഴിഞ്ഞു. ഓക്കെ, മുഹമ്മദിനൊക്കെ ഉറക്കം വരുവാണ്. ഓക്കെ, കഴിഞ്ഞല്ലോ അല്ലെ? കഴിഞ്ഞു. ഇനി ഇവിടെ ശ്രദ്ധിച്ചോ, എല്ലാവരും കണ്ണടച്ചിട്ട് യു എത്രയാ നോക്കിയിട്ട് കണ്ണടച്ചോ. ഓക്കെ, ശരിക്കും കണ്ണടച്ചോ. യുടെ ഡിസ്റ്റൻസ് പോസിറ്റീവ് 20 ആന്നുള്ള ഒരു 1 കാണിക്കുക, നെഗറ്റീവ് 20 ആന്നുള്ള ഒരു 2 കാണിക്കുക. എല്ലാവരും കാണിച്ചേ. യുടെ ഡിസ്റ്റൻസ് പോസിറ്റീവ് 20 ആന്നുള്ള ഒരു 1 കാണിക്കുക, നെഗറ്റീവ് 20 ആന്നുള്ള ഒരു 2 കാണിക്കുക. വെരി ഗുഡ്. എല്ലാവരും കൈതാത്തിക്കാം. ഫാത്തിമ ആരാണ്? ഫാത്തിമ എസ്. ഫാത്തിമത്ത് ഷെർബാന്റെ മോൻ കാണുന്നില്ല. ഫാത്തിമ -20 സെന്റിമീറ്റർ, -20. ഓക്കെ, ഇനി അടുത്ത് വീട് ഡിസ്റ്റൻസ്. കണ്ണടച്ചേ, ശരിക്കും കണ്ണടച്ചേ. ഇനി വീട് ഡിസ്റ്റൻസ് +20 ആണെന്നുള്ളവര് 1 കാണിക്കുക, -20 ആണെന്നുള്ളവര് 2 കാണിക്കുക. +20 ആണെന്നുള്ളവര് 1 കാണിക്കുക, -20 ആണെന്നുള്ളവര് 2 കാണിക്കുക. ഓക്കെ, വെരി ഗുഡ്. വീട് ഡിസ്റ്റൻസ് +20 സെന്റിമീറ്റർ. ഇനി ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് +2 ആണെന്നുള്ളൊരു 1 കണ്ണടച്ചിട്ട് കേട്ടോ. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് +2 ആണെന്നുള്ളൊരു 2 കാണിക്കുക, +2 ആണെന്നുള്ളൊരു 1 കാണിക്കുക, -2 ആണെന്നുള്ളൊരു 2 കാണിക്കുക. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് +2 ആണെന്നുള്ളൊരു 1 കാണിക്കുക, -2 ആണെന്നുള്ളൊരു 2 കാണിക്കുക. ഹൈറ്റ് ഓഫ് ദി ഇമേജ് +2 ആണെന്നുള്ളൊരു 1 കാണിക്കുക, -2 ആണെന്നുള്ളൊരു 2 കാണിക്കുക. ഹൈറ്റ് ഓഫ് ദി ഇമേജ്. ഓക്കെ, ഉറങ്ങിപ്പോരുത് കേട്ടോ, കണ്ണു തുറന്നു. ഓക്കെ, അപ്പൊ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് +2 സെന്റിമീറ്റർ, ഹൈറ്റ് ഓഫ് ദി ഇമേജ് -2 സെന്റിമീറ്റർ. ഈ ഒബ്ജക്റ്റ് എവിടെ ഇരിക്കുന്നതെന്ന് അറിയാവുന്നവരൊന്ന് കൈവയ്ക്ക്. മിടുക്കന്മാരെ മിടുക്കികളെ ഞാനൊന്ന് കാണട്ടെ. ഈ ഒബ്ജക്റ്റ് എവിടെ ഇരിക്കുന്നതെന്ന് അറിയാവുന്നവര്? കൊള്ളാലോ. അയ്യോ, അഫിനൊന്നും അറിയില്ല ഇപ്പോഴും. ഓക്കെ, എന്നാ അഫിൻ പറഞ്ഞേ. അഫിനെ എവിടെയായിരിക്കുക? ഓക്കെ, കൈതാത്തി. എല്ലാരും കൈതാത്തി. എവിടെയായിരിക്കുക ഈ ഒബ്ജക്റ്റ്? സിയില് അല്ലെ? ഈ ഒബ്ജക്റ്റ് ഇരിക്കുന്ന അറ്റ് സി ആണ്. സെയിം സൈസ് ആണ്, സെയിം ഡിസ്റ്റൻസ് ആണ് ഇമേജ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് അറ്റ് സി ആയിരിക്കും. ഓക്കെ, ഇതാ പിടിച്ചോ. തേർഡ് കേസ്, കേസ് 3. കേസ് 3. ഇവിടത്തില് കേസ് 3 ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് 6 സെന്റിമീറ്റർ മാറിയിട്ടാണ്. 6 സെന്റിമീറ്റർ എന്റെ കൂടെ വരച്ചു നോക്കൂ, ഇനി സമയം കളയണ്ട. 6 സെന്റിമീറ്റർ മാറിയിട്ടാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 1 സെന്റിമീറ്റർ ആണ്. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 1 സെന്റിമീറ്റർ. ഓക്കെ, ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത് 18 സെന്റിമീറ്റർ മാറിയിട്ടാണ് ഇമേജ് ഫോം ചെയ്തത്. അത് 3 സെന്റിമീറ്ററിന്റെ എൻലാർജർ ആയിട്ടുള്ള ഇമേജ് ആണ്. 3 സെന്റിമീറ്ററിന്റെ എൻലാർജർ ആയിട്ടുള്ള ഒരു ഇമേജ് ഫോം ചെയ്തിട്ടുണ്ട്. സെന്റിമീറ്റർ. അപ്പോ ഹൈറ്റ് 3 ടൈംസ് ആവുമ്പോൾ ഡിസ്റ്റൻസും 3 ടൈംസ് ആവും കേട്ടോ. അതാണ് ഇതിന്റെ ലോജിക്. ഓക്കെ, ഹൈറ്റ് 3 ടൈംസ് ആയപ്പോ ഡിസ്റ്റൻസും 3 ടൈംസ് ആവും. സാർ, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് അത് 1 സെന്റിമീറ്റർ ആണോ? അതെ, 1 സെന്റിമീറ്റർ. നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് പതിവ് പോലെ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ്, ഇമേജിന്റെ ഡിസ്റ്റൻസ്, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ്, ഇമേജിന്റെ ഹൈറ്റ്.
സാർ ഇമേജ് ഡിസ്റ്റൻസ് എത്രയാണെന്ന് ഒന്നുകൂടി പറയോ? 18. ഓക്കെ, ചെയ്ത് കഴിഞ്ഞവർ അൺറൈസ് ചെയ്ത് വെച്ചോ. അപ്പൊ എക്സാമിന് തരുമ്പോഴും ഇതുപോലെ ഒരു റഫ് ന്യൂമറിക്കൽ ചെയ്യുമ്പോഴും ഇതുപോലെ ഒരു റഫായിട്ടൊരു ഫിഗർ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഓക്കെ, എക്സാമിന് പറയും ഒബ്ജക്റ്റ് ഇത്രയും മാറിയിട്ടാണെങ്കിൽ ഒബ്ജക്റ്റ് അവിടെ വരച്ചു വെക്കുക. റിയൽ ഇമേജ് ആണെങ്കിൽ ഇമേജ് അവിടെ റിയൽ ഇമേജ് കാണിക്കുക. അപ്പൊ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. ഓക്കെ, അതിന് എല്ലാവരും കണ്ണടച്ചേ. കഴിഞ്ഞല്ലോ? ആരെങ്കിലും എഴുതുന്നുണ്ടോ? ഇല്ലല്ലോ. കൈബുക്കി ആരെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ ഇല്ല. ഓക്കെ, എല്ലാവരും കണ്ണടച്ചേ. കണ്ണടച്ചോ. ഓക്കെ, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് +6 ആയിട്ടുള്ള ഒരു 1 കാണിച്ചോ, -6 ആയിട്ടുള്ള ഒരു 2 കാണിച്ചോ. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് +6 ആയിട്ടുള്ള ഒരു 1 കാണിച്ചോ, -6 ആയിട്ടുള്ള ഒരു 2 കാണിച്ചോളൂ. എന്താണ് ശബനയ്ക്ക് ഒരു സംശയം, 1 ആണോ 2 ആണോ എന്നുള്ള? ഓക്കെ. ബാക്കി കണ്ണു തുറന്നു. ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് എപ്പോഴും മൈനസ്, യാതൊരു സംശയം വേണ്ട കേട്ടോ. അത് എപ്പോഴും മൈനസ് ആണ്, -6 സെന്റിമീറ്റർ. ഇനി ഇമേജ് ഡിസ്റ്റൻസ് കണ്ണടച്ചേ. ഇമേജ് ഡിസ്റ്റൻസ് +18 ആണെന്നുള്ളൊരു 1 കാണിച്ചോ, -18 ആണെന്നുള്ളൊരു 2 കാണിച്ചോ. ഇമേജ് ഡിസ്റ്റൻസ് +18 ആണെന്നുള്ളൊരു 1 കാണിച്ചോ, -18 ആണെന്നുള്ളൊരു 2 കാണിച്ചോ. ഓക്കെ, ഫാത്തിമ ടീം കണ്ണടച്ചിട്ടില്ല കേട്ടാ. കണ്ണും തുറന്നു പിടിച്ചോണ്ട് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണു തുറന്നു. ഓക്കെ, അപ്പോ +18. ഇനി കണ്ണടച്ചേ. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് +1 ആണെന്നുള്ളൊരു 1 കാണിച്ചോ, -1 ആണെന്നുള്ളൊരു 2 കാണിച്ചോ. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ്. ഓക്കെ, കണ്ണു തുറന്നോളൂ. +1. ഇമേജിന്റെ ഹൈറ്റ് +3 ആണെന്നുള്ളൊരു 1, -3 ആണെന്നുള്ളൊരു 2. ഓക്കെ. ഇനി കണ്ണടക്കണ്ട, കുഴപ്പമില്ല. ട്രാക്കായി എന്ന് തോന്നുന്നു. ഇനിയിപ്പോ പ്രോബ്ലം ചെയ്യുമ്പോൾ അറിയാം എന്തൊക്കെയാക്കൂന്ന്. ഓക്കെ, ഇനി അടുത്തത് ഒരു 2 കേസോടെ നമുക്ക് ചെയ്യാം കേട്ടോ. കേസ് 4. ഇനി വേറെ കാര്യം ചോദിക്കട്ടെ. ഈ ഒബ്ജക്റ്റ് എവിടെയാണെന്ന് മനസ്സിലായത് ആരാ ഉള്ളത്? ഈ ഒബ്ജക്റ്റ് എവിടെ ഇരിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല. ഒന്ന് നോക്കിക്കേ. എൻലാർജ്ഡ് ഇമേജ് ആണ് അല്ലെ? എവിടെ ഇരിക്കുന്നതെന്ന് ആർക്കെങ്കിലും അറിയാവോ? ഈ ഒബ്ജക്റ്റ് എവിടെ ഇരിക്കുന്നതെന്ന് ഒന്ന് കൈപൊക്കി അറിയാവുന്നവര്. ഈ ഒബ്ജക്റ്റ് എവിടെ ഇരിക്കുന്നതെന്ന് അതിന്റെ പൊസിഷൻ അറിയാവുന്നവര്. ഓക്കെ. ഒന്ന് പറഞ്ഞ ആരാ പറയാ? ആദിൽ പറഞ്ഞോ. ഒന്ന് പറഞ്ഞ അതിൽ എവിടെ ഇരിക്കുക? ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആയിരിക്കും അല്ലെ? എൻലാർജ്ഡ് ഇമേജ് ആയതുകൊണ്ട് ഈ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ബിറ്റ്വീൻ. കണ്ട എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, ഇനി കേസ് 4. വീണ്ടും സെയിം തന്നെ. ഒരു ലെൻസ് വരയ്ക്കുക, ഒരു കോൺവെക്സ് ലെൻസ് വരയ്ക്കുക, പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കുക. അപ്പൊ നമ്മളിത് വരയ്ക്കുന്ന മാഗ്നിഫിക്കേഷന്റെ ടോപ്പിക്കിനോട് വേണ്ടിയിട്ടാട്ടോ. മാഗ്നിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് 5 കേസും ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ 5 കേസും എഴുതി വെക്കാം. മാഗ്നിഫിക്കേഷൻ വരുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതിയല്ലോ. ഇതിനകത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂല്ലോ. ഓക്കെ, കേസില് ഇതില് ഒബ്ജക്റ്റ് ഇതിലൊരു ചെറിയൊരു പ്രത്യേകത ഉണ്ട് അല്ലെ? ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 2 സെന്റിമീറ്റർ. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 2 സെന്റിമീറ്റർ. ഇമേജിന്റെ ഹൈറ്റ് 6 സെന്റിമീറ്റർ. പക്ഷെ വ്യത്യാസം ഇവിടെയാണ് ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. 6 സെന്റിമീറ്റർ. ഓക്കെ, ഇത് ഒബ്ജക്റ്റ്, ഇത് ഇമേജ്. ഓക്കെ, ഇനി ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് 5 സെന്റിമീറ്റർ. ഇമേജിന്റെ ഡിസ്റ്റൻസ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് 5 ആണെന്ന് തന്ന ഇമേജിന്റെ ഡിസ്റ്റൻസ് അറിയാവുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് 5 സെന്റിമീറ്റർ തന്ന ഇമേജിന്റെ ഡിസ്റ്റൻസ് ഒരു പ്രോബ്ലം വേണ്ട അല്ല, ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, പറഞ്ഞോ. ആരെങ്കിലും പറഞ്ഞോ? ഫാത്തിമ ബി പറഞ്ഞോ. 15 സെന്റിമീറ്റർ അല്ലെ? കാരണം എന്താ? ഹൈറ്റ് 3 ടൈംസ് ആയി. അപ്പൊ ഇതും 3 ടൈംസ് ആവും കേട്ടോ. ഓക്കെ, 15 സെന്റിമീറ്റർ. അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാം. അല്ലാണ്ട് കുറെ ഇക്വേഷനും കാണാതെ പഠിച്ച് അതില് നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടോ. മാഗ്നിഫിക്കേഷൻ മനസ്സിലാവും. അത് ആ ടോപ്പിക് എത്താത്തതുകൊണ്ട് ഞാൻ പറയാത്തതാണ്. ഇതിന്റെ മാഗ്നിഫിക്കേഷനും നിങ്ങൾക്ക് ക്ലിയർ ആവും ഇപ്പൊ എത്രയാണെന്ന് ഇത് രണ്ടും വെച്ച് കഴിഞ്ഞു. ഓക്കെ, അപ്പോ ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ യു കാണുക, വി ഇമേജിന്റെ ഡിസ്റ്റൻസ് കാണുക,
ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ഇമേജിന്റെ ഹൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ അനലൈസ് ചെയ്ത് വെച്ചു. കഴിഞ്ഞോ? ആരെങ്കിലും എഴുതുന്നുണ്ടോ? ഒന്ന് കൈ ബുക്ക് ലെഫ്റ്റ് ഹാൻഡ് ബുക്ക് എഴുതുന്നുണ്ടെങ്കിൽ. ഇല്ലല്ലോ? ഓക്കെ ഓക്കെ. കണ്ണടച്ചോ. ശരിക്കും കണ്ണടച്ചോ. ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് +15 ആണെന്നുള്ള ഒരു 1 കാണിക്കുക, -15 ആണെന്നുള്ള ഒരു 2 കാണിക്കുക. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് +15 1 -15 2. ഓക്കെ. അല്ല കണ്ണടച്ചിട്ടില്ല കേട്ടോ. ഡിസ്റ്റൻസ് 5 അല്ലേ? സോറി. +5 അല്ല +5 1. എല്ലാരും 2 കാണിച്ചിട്ടുണ്ട്, ഇപ്പൊ പറയണ്ടല്ലോ. -5 അല്ലെ, -5 സെന്റിമീറ്റർ. ഓക്കെ. ഇനി ഇമേജ് ഡിസ്റ്റൻസ് കണ്ണടച്ചോളൂ. ഇമേജ് ഡിസ്റ്റൻസ് നോക്കിയിട്ട് കണ്ണടച്ചോളൂ. ഓക്കെ. ഇമേജ് ഡിസ്റ്റൻസ് +15 ആണെന്നുള്ളൊരു 1 കാണിക്കുക, -15 ആണെന്നുള്ളൊരു 2 കാണിക്കുക. +15 1 -15 2. +15 1 -15 2. ഓക്കെ. ആർക്കെങ്കിലും പ്ലസ് ഇല്ലല്ലോ? ഉണ്ടോ? അപ്പൊ ഇമേജ് മൈനസ് കാണാതെ പിടിച്ചു വെക്കരുത്, അതുകൊണ്ടാ പറയുന്നത് കേട്ടാ. ഇമേജിന് എപ്പോഴും മൈനസ് വരില്ല, ഒരു കേസിൽ എന്തായി ഇതേ ഇമേജിന് എപ്പോഴും പ്ലസ് വരില്ല, ഒരു കേസിൽ നെഗറ്റീവ് ആവും. അതുകൊണ്ടാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. -15 ആണ്, -15 സെന്റിമീറ്റർ. ഓക്കെ. ഇനി ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് കണ്ണടച്ചോ. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് +2 ന് 1 -2 ന് 2. ഒബ്ജക്റ്റ് ഹൈറ്റ് ഓക്കെ. കണ്ണു തുറന്നു. അയ്യോ അമാന സ്വാലിയ, ഞാൻ എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിച്ച് കോൺഫിഡൻസിൽ മുന്നോട്ട് പോയപ്പോ തീർത്ത് കിടക്കണം. ഞാനാണ് വീണത്. എന്താണ് കാരണം? എന്താണ് അമാന എന്താണ് 2 കാണിച്ചേ, മൈനസ് കാണിച്ച ഒബ്ജക്റ്റ്? അമാനല്ല കുറച്ച് മുന്നേ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എപ്പോഴും പോസിറ്റീവ്. ഒബ്ജക്റ്റ് എപ്പോഴും നേരെ കേട്ടോ. ഒബ്ജക്റ്റ് തല തിരിയില്ല, ഒബ്ജക്റ്റ് എപ്പോഴും നേരെ എന്ന് വിചാരിച്ചെടുത്തോ. +2. ഓക്കെ. ഇനി ഇമേജ് കണ്ണടച്ചോ. ഇമേജ് കണ്ണടച്ചോളൂ. ഓക്കെ. ഇനി 1 or 2? 1 ആണോ 2 ആണോ? പോസിറ്റീവ് ആണെങ്കിൽ 1, നെഗറ്റീവ് ആണെങ്കിൽ 2. ഇമേജ് ഹൈറ്റ്. ശരി, എല്ലാരും കാണിക്കുക. എല്ലാരും കൈയൊക്കെ തളർന്നു പോകും. അമീൻ ഷാജിയൊക്കെ കൈക്കൊക്കെ ഒരു സ്റ്റാൻഡ് കൊടുത്ത് പോ. ഓക്കെ. മതി. കുഴപ്പമില്ല. അമാനക്ക് എത്ര കാണിക്കുന്നത്? അമാന കാണിച്ചില്ലോ. എത്രയാണ്? 1 ആണോ 2 ആണോ? 1. ഓക്കെ. പോസിറ്റീവ് ആണ്. +6 സെന്റിമീറ്റർ. ഓക്കെ. ഒബ്ജക്റ്റ് എവിടെ ഇരിക്കുന്നതെന്ന് അറിയാവുന്ന എത്ര പേരുണ്ട്? ഈ ഒബ്ജക്റ്റ് എവിടെ ഇരിക്കുന്നതെന്ന് അറിയാവുന്ന എത്ര പേരുണ്ട്? മുഹമ്മദ് സാബിത്തിനൊന്നും അറിയില്ല ഈ ഒബ്ജക്റ്റ് എവിടെയാന്ന്. ഏത് കേസിലാണ് വിർച്വൽ ഫോം ചെയ്യുന്നത്? കോൺവെക്സ് ലെൻസ്. പറഞ്ഞ ഒരാൾ പറഞ്ഞു. ആരാ? മുഹമ്മദ് അൻഷിദ് പറഞ്ഞു. ഏത് കേസിലാ വിർച്വൽ ഫോം ചെയ്യുക? ഇൻഫിനിറ്റിയിലോ? ഒന്ന് പറഞ്ഞോടുത്ത അനീറ്റ, ഏത് കേസിലാ വിർച്വൽ ഫോം ചെയ്യുന്നത്? അൻഷിദ് കഴിഞ്ഞ ക്ലാസ്സിലൊന്നും ഇല്ലായിരുന്നു. പറഞ്ഞു. ബിറ്റ്വീൻ എഫ് ആൻഡോ? എഫിന്റെ ഓടെ ഇടയ്ക്ക് വെക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ആ കോൺവെക്സ് ലെൻസ് എടുത്ത് നോക്കൂ പിള്ളേരെ. ദൂരേന്ന് പിടിക്കുമ്പോൾ നല്ല ഇമേജ് കിട്ടുന്നില്ല. നിങ്ങൾ അടുത്തേക്ക് പിടിച്ച് നോക്കുമ്പോഴാണ് വലുതായിട്ട് കാണാൻ പറ്റുള്ളൂ കോൺവെക്സ് ലെൻസ്. കോൺകേവ് അല്ല, കോൺവെക്സ്. നിങ്ങൾ ദൂരെ പിടിച്ചു നോക്കി, അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല, ബ്ലർ ആയിരിക്കും. അടുത്ത് പിടിക്കുമ്പോഴാണ് നല്ല ഷാർപ്പായിട്ട് കാണാം. എന്തുകൊണ്ടാ? എഫിന്റെയും ഓടെയും ഇടയിൽ ലെൻസ് വരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, അല്ല ഒബ്ജക്റ്റ് വരുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ ഇമേജ്, വിർച്വൽ ഇമേജ് കിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ കേസിലും ഫോം ചെയ്യുന്നത് റിയൽ ഇമേജ് ആയിരിക്കും. ഓക്കെ. ഇനി കേസ് 5, ലാസ്റ്റ് കേസ്. കേസ് 5. അയ്യോ സോറി, ഇത് ലെൻസ് മാറി കേട്ടോ. ഇനി കേവ് വരച്ചാൽ മതി. കേവ്. കോൺകേവ് ലെൻസിന്റെ സിമ്പിൾ കിട്ടുവാണെങ്കിൽ എളുപ്പമാണ്.
ഓക്കെ, കോൺകേവ് ലെൻസിൽ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് 4 സെന്റിമീറ്റർ മാറി. ഒബ്ജക്റ്റ് 4 സെന്റിമീറ്റർ മാറിയിട്ടിരിക്കും. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 4 സെന്റിമീറ്റർ. അല്ല, ഒബ്ജക്റ്റിന് 8 സെന്റിമീറ്റർ മാറിയിട്ടാണ്. 8 സെന്റിമീറ്റർ മാറിയിട്ട് ഒബ്ജക്റ്റ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഇമേജ് എവിടെയായിരിക്കും ഫോം ചെയ്യുക ഫാത്തിമ ഇർഫാന? ആ ഒബ്ജക്റ്റിന്റെ ഫ്രണ്ടിലായിരിക്കോ ബാക്കിലായിരിക്കോ? ഇമേജ് എവിടെയാ ഫോം ചെയ്യുക? ഫ്രണ്ടിലായിരിക്കും. കാരണം കോൺകേവ് ലെൻസ് ആണ് കേട്ടോ ഒബ്ജക്റ്റിന്റെ ഫ്രണ്ടിൽ. IM. ഇമേജിന്റെ ഹൈറ്റ് 2 സെന്റിമീറ്റർ. ഓക്കെ, ഇമേജ് ഇരിക്കുന്നത് 4 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് ആണ്. 4 സെന്റിമീറ്റർ. അതുപോലെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് 8 സെന്റിമീറ്റർ മാറിയിട്ടാണ്. ഓക്കെ, 8 സെന്റിമീറ്റർ. നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് UVHIHO. ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് ആൻഡ്രൈസ് ചെയ്തേക്ക്. സാർ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണോ ഈ ലെഫ്റ്റ് 8 സെന്റിമീറ്റർ? നോക്കിയേ, ആ OB എന്ന് കാണിച്ചിരിക്കുന്ന അതിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ല 8 എടുത്തിരിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞോ? ആരെങ്കിലും എഴുതുന്നുണ്ടോ എന്ന് കൈവയ്ക്കേ. ആരെങ്കിലും എഴുതുന്നുണ്ടോ അതിനകത്ത്? എഴുതുന്നുണ്ടോ? ഇല്ലല്ലോ, പറഞ്ഞോട്ടെ. ഓക്കെ, ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് എല്ലാവരും ഒന്ന് കണ്ണടച്ചേ. ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് 1 ആണോ 2 ആണോ? 1 4 പോസിറ്റീവ്, 2 4 നെഗറ്റീവ്. ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് 1 ആണോ 2 ആണോ? നിഷാന ഒന്ന് മോത്തിന് നേരെ പിടിക്കും നിഷാന, അല്ലെങ്കിൽ എനിക്ക് കാണൂല. മോത്തിന് നേരെ പിടിക്കും. അയ്യോ, 1 നിഷാന ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 1 ആണോ നിഷാന? കണ്ണു തുറന്നോ. പറഞ്ഞോ നിഷാന പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞോ. ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്തുകൊണ്ടാണ് 1 എടുത്തേ? ഒബ്ജക്ട് ഡിസ്റ്റൻസ് കേട്ടോ. ഒബ്ജക്ട് ഡിസ്റ്റൻസ് +8 സെന്റിമീറ്റർ. അല്ല സോറി, മൈനസ്, എന്റെ മാറി പോകണം. -8 സെന്റിമീറ്റർ. ഓക്കെ, ഇനി കണ്ണടച്ചോ. ഇമേജ് ഡിസ്റ്റൻസ് കണ്ണടച്ചോളൂ. 1 or 2. 1 4 പോസിറ്റീവ്, 2 4 നെഗറ്റീവ്. ഇമേജ് ഡിസ്റ്റൻസ് 1 or 2. ആർക്കും 1 ഇല്ലല്ലോ അല്ലെ? അതേ ഒരാള്, റുക്സാന. ഇതെന്താണ് എല്ലാരും ശരിയാവും നിങ്ങൾ സമ്മതിക്കൂല? റുക്സാന പറഞ്ഞോ. 2 ആണോ കാണിച്ചത്? 1 ആ കാണിച്ചത്? 2 ആണോ? എന്നാ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇമേജ് ഡിസ്റ്റൻസ് -8 സെന്റിമീറ്റർ. ഓക്കെ, ഇനി ഹൈറ്റ് ഓഫ് ദി ഇമേജ് കേട്ടോ. അത് ആദ്യം ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്ട് ആയിക്കോട്ടെ. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്ട് ആൻഡ് ഹൈറ്റ് ഓഫ് ദി ഇമേജ് രണ്ടും ഒരുമിച്ച് ചോദിക്കുകയാണ്. സമയമില്ല. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്ട് ആൻഡ് ഹൈറ്റ് ഓഫ് ദി ഇമേജ്. പോസിറ്റീവ് ആണെങ്കിൽ 1, നെഗറ്റീവ് ആണെങ്കിൽ 2. കാണിച്ചോളൂ. ഇമേജിന്റെ ഡിസ്റ്റൻസ് 4 അല്ലേ? 4 ആണ് അല്ലേ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണ്ട. ഓക്കെ, പ്ലസ് ഓർ മൈനസ് ആണെന്ന് പറയാം കേട്ടോ. ഓക്കെ, പറഞ്ഞോ. പ്ലസ് ആണെങ്കിൽ 1, മൈനസ് ആണെങ്കിൽ 2. പ്ലസ് ആണെങ്കിൽ 1, മൈനസ് ആണെങ്കിൽ 2. ആരെങ്കിലും? ഓക്കെ. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തോളണം കേട്ടോ. ഇനി പ്രോബ്ലം വരുമ്പോഴാണെങ്കിൽ ഇതൊന്നും മാറാൻ പാടില്ല. +4 ആണ് ഹൈറ്റ്. അല്ല സോറി, +2 ആണ് ഹൈറ്റ്, +4 ആണ് ഒബ്ജക്റ്റിന്റെ ഹൈറ്റ്. ഓക്കെ, ഇനി മൊത്തം ഒന്ന് നോക്കി, ശരിക്കും നോക്കി, എന്തെങ്കിലും ഒക്കെ അതേ നോക്കി. നിങ്ങൾ ആ കേസുകളൊക്കെ മൊത്തം ഒന്ന് എടുത്തു നോക്കി. യുടെ വാല്യൂ എങ്ങനെ എപ്പോഴും കിട്ടുക? ആരാ പറയാ? ഫാത്തിമ ഇർഫാന പറഞ്ഞോ. യുടെ വാല്യൂന് എന്ത് പ്രത്യേകത തോന്നിയേ? യുടെ വാല്യൂ ആ കേസുകളൊക്കെ നോക്കിക്കോ. യുടെ വാല്യൂ എന്താണ് പ്രത്യേകത തോന്നിയേ? യുടെ വാല്യൂ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും അല്ലെ? അപ്പൊ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതി വെച്ചോ, നിങ്ങളുടെ ഭാഷയ്ക്ക് എഴുതി വെച്ചോ. യു വിൽ ബി ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും എന്നുള്ള കാര്യം അല്ലെ? ഏത് ലെൻസ് ആണെങ്കിലും നെഗറ്റീവ്. ഓക്കെ, ഏത് ലെൻസ് ആണെങ്കിലും കുഴപ്പമില്ല, യുടെ വാല്യൂ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. കാരണം ഒബ്ജക്റ്റ് വെക്കുന്ന എപ്പോഴും എവിടെയായിരിക്കും? ലെൻസിന് ഇപ്പുറമായിരിക്കും. ഓക്കെ, അത് എഴുതി വെച്ചോ ഫസ്റ്റ്.
ഇനി നിങ്ങളുടെ കണ്ടെത്തലുകളാണ്, നമ്മൾ അത്രയും ചെയ്തേന്നുള്ള നിങ്ങളുടെ കണ്ടെത്തലുകളാണ്. എൻലൈറ്റൻ സെഷൻ ആണ് ഇനി. ഓക്കെ, പറഞ്ഞോ. ഇനി അടുത്ത് എക്യൂപ്പും എക്സിക്യൂട്ടും കഴിഞ്ഞു. ഓക്കെ, പറഞ്ഞോ. ആരാ പറയാ? ഫാത്തിമത്ത് ഷെർബാൻ. പിന്നെ എന്ത് മനസ്സിലായി? ഇനി വിയുടെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. എപ്പോഴും എങ്ങനെയാ? വിയുടെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കോ? അതെങ്ങനെ എപ്പോഴാ വന്നേക്കണേ നോക്ക്. അതാണ് നിങ്ങൾക്ക് വേണ്ടത്. എപ്പോഴാ വന്നേക്കണേ നോക്ക്. വിയുടെ വാല്യൂ എപ്പോഴാ പോസിറ്റീവ് വന്ന, എപ്പോഴാ നെഗറ്റീവ് വന്ന, ഏത് കേസിലാണെന്നൊന്നും ചെക്ക് ചെയ്ത് നോക്കി. ആ ഇമേജിന് എന്ത് പ്രത്യേകത വന്നപ്പോഴാ പോസിറ്റീവും നെഗറ്റീവ് ആയിട്ട് മാറിയത്? ആർക്ക് പറയാം? പറഞ്ഞോ. ആരാ പറയാ? ആരെങ്കിലും പറഞ്ഞോ, കുഴപ്പമില്ല. അലൈന പറഞ്ഞോ. റൈറ്റ് സൈഡിലാവുമ്പോ പോസിറ്റീവ് വരും, ലെഫ്റ്റ് ഓക്കെ. സൈഡിലാവുമ്പോ അത് കൂടാതെ റിയൽ ആവുമ്പോ പോസിറ്റീവും വെർച്വൽ ആവുമ്പോ നെഗറ്റീവും അല്ല വന്നേക്കുന്നത്. റിയൽ ഇമേജിന് യു പോസിറ്റീവ് ആയിരിക്കും, വിർച്വൽ ഇമേജിന് വി നെഗറ്റീവ് ആയിരിക്കും. എഴുതി വെച്ചോ കേട്ടോ. ഇത് ലെൻസിലാട്ടോ, മിററിൽ നേരെ തിരിയും. ലെൻസിലത്തെ കേസ് മാത്രം കേട്ടോ. അപ്പൊ റിയൽ ഇമേജ് ലെൻസിൽ കണ്ട ഉടനെ പോസിറ്റീവ് എടുത്തോ. ഓക്കെ, പോസിറ്റീവ് ആയിരിക്കും. അപ്പോ എന്തായാലും നിങ്ങൾ എഴുതിക്കോ. എന്താ പറയാ? വാല്യൂ ഓഫ് വി വിൽ ബി പോസിറ്റീവ് ഫോർ റിയൽ ഇമേജ് ആൻഡ് നെഗറ്റീവ് ഫോർ വിർച്വൽ ഇമേജ്. ഓക്കെ, അഫിന് എഴുതുന്നുണ്ടോ? എഴുതുമല്ലേ? ഓക്കെ, കഴിഞ്ഞല്ലോ. പറഞ്ഞു. ഞാൻ പറയണോ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വിയുടെ വാല്യൂ എപ്പോഴാ പോസിറ്റീവ് വന്നേക്കുന്നത്? ഏത് കേസിലാ പോസിറ്റീവ് വന്നേക്കുന്നത് ബോബി? വിയുടെ വാല്യൂ ഏത് കേസിലാ? റിയൽ വന്ന കേസിലാണോ വിർച്വൽ വന്ന കേസിലാണോ? അതിനകത്ത് നോക്കിക്കോ, റിയൽ വന്നപ്പോഴാണോ വിർച്വൽ വന്നപ്പോഴാണെന്ന്. എപ്പോഴാ പോസിറ്റീവ് വന്നേക്കണേ? വിയുടെ വാല്യൂ പോസിറ്റീവ് വന്ന കേസ് എടുത്ത് നോക്കി. അതിൽ എന്ത് ഇമേജാ നോക്കി? വിയുടെ വാല്യൂ പോസിറ്റീവ് വന്നേക്കണ കേസ്, അത് എന്ത് ഇമേജ് അവിടെ ഫോം ചെയ്തേക്കുന്നത്? കേസ് 3ന്റെ അകത്ത് പോസിറ്റീവ് വന്നിട്ടുണ്ട്. പോസിറ്റീവ് വന്നാണ്. അതായത് ഏത് ഇമേജാ? റിയൽ ആണോ വിർച്വൽ ആണോ? റിയൽ ഇമേജ്. അപ്പൊ റിയൽ ഇമേജ് വരുമ്പോ വി പോസിറ്റീവ് ആയിരിക്കും, വിർച്വൽ ഇമേജ് വരുമ്പോ വി നെഗറ്റീവ് ആയിരിക്കും. റിയൽ ഇമേജിന് വി പോസിറ്റീവ് ആയിരിക്കും, വിർച്വൽ ഇമേജിന് വി നെഗറ്റീവ് ആയിരിക്കും. എഹിയ, ഇനി ഹൈറ്റിൽ എന്തൊക്കെ കണ്ടെത്തലാണ് എഹിയ നടത്തിയത്? ഹൈറ്റിന്റെ കേസിൽ ഹൈറ്റ് നോക്കിയോ. ഹൈറ്റ് പോസിറ്റീവ് വന്നപ്പോഴും നെഗറ്റീവ് വന്നപ്പോഴും എങ്ങനെയാ? ഹൈറ്റ് എപ്പോഴാ പോസിറ്റീവ് വന്നത്? ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും അല്ലെ? ഓക്കെ, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എപ്പോഴും പോസിറ്റീവ്. HO വിൽ ബി ഓൾവേസ് പോസിറ്റീവ്. ഇതൊക്കെയാണ് കൺക്ലൂഷൻ ആണ് നമ്മൾ ഇത്രയും ചെയ്തതെന്നുള്ള. HO വിൽ ബി ഓൾവേസ് പോസിറ്റീവ്. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് വിൽ ബി ഓൾവേസ് പോസിറ്റീവ്. ഇനി ഏഹിയ, പിന്നെ ഇമേജിന്റെ ഹൈറ്റോ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും അല്ലെ? ഇമേജിന്റെ ഹൈറ്റ് ആണോ? എഴുതല്ലേ കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്കോ? LED ബൾബ് ഇടയ്ക്കിടയ്ക്ക്? അയ്യോ, ഇമേജ് വെച്ച് പറ. ലെൻസിന് അങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നുമില്ല. ഇമേജ് വെച്ച് പറ. ഏത് ഇമേജിലാ പോസിറ്റീവ് കണ്ടേ? വിർച്വലാണോ റിയലിലാണോ? വിർച്വലില് H പോസിറ്റീവ് ആയിരിക്കും അല്ലെ? HI വിൽ ബി പോസിറ്റീവ്. HI പോസിറ്റീവ് ബ്രാക്കറ്റിൽ വിർച്വൽ ഇമേജ്, HI വിൽ ബി നെഗറ്റീവ് ബ്രാക്കറ്റില് റിയൽ ഇമേജ് കേട്ടോ. ഓക്കെ, എഴുതിക്കോ. HI നെഗറ്റീവ് വരുന്നത് റിയൽ ഇമേജിലാണ്, HO പോസിറ്റീവ് വരുന്നത് വിർച്വൽ ഇമേജ് ആണ്. ലെൻസിലെ ഏത് ക്വസ്റ്റ്യൻ, ഏത് കേസ് എടുത്താലും ഇതുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പൊ എപ്പോഴും നിങ്ങൾ ഇങ്ങനെ ഓർത്തിരിക്കുന്നതായിരിക്കും നല്ലത്. റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും വെച്ച് ഓർത്തിരുന്നതായിരിക്കും ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പഠിച്ചാൽ പ്രശ്നം, നിങ്ങൾ മിററും ഇതുമായിട്ട് ചിലർക്ക് കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം മിററിൽ നേരെ ഓപ്പോസിറ്റാ. മിററിൽ റിയൽ ഇമേജിന്റെ ഡിസ്റ്റൻസ് നെഗറ്റീവാ വരിക. അതുകൊണ്ട് റിയൽ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൽ വരുമ്പോൾ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോ? റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും വെച്ച് നിങ്ങൾ എക്സാമിന് വേണ്ടി അങ്ങനെ പഠിച്ചോ കേട്ടോ. റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഇത് നിങ്ങൾക്ക് ബോധം വരാൻ വേണ്ടി തന്നുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത സെഷനിലേക്ക് പോവാം. അടുത്താണ് മിറർ ഫോർമുല. ഓക്കെ, മിറർ ഫോർമുല ഹെഡിങ് കൊടുത്തോ. മിറർ ഫോർമുല. അല്ല, സോറി, മിറർ ഫോർമുല അല്ല. എന്തായാലും തിരുത്താണ്ടിരുന്നത്, ചുമ്മാ കേട്ടോണ്ടിരിക്കുകയാണല്ലോ അല്ലെ, TV ആണെന്നോ. അല്ല, ലെൻസ് ഫോർമുല. മിററൊക്കെ കഴിഞ്ഞു, നമ്മൾ ലെൻസ് ഫോർമുലയാണ് പഠിക്കാൻ പോകുന്നത്. ലെൻസ് ഫോർമുല ആർക്കെങ്കിലും അറിയാവോ? ലെൻസ് ഫോർമുല? അലൈന പറഞ്ഞോ. F is equal to UV by U minus V. Okay. F is equal to
മിററിൽ നമ്മൾ യു പ്ലസ് വി എന്നാ പഠിച്ചേക്കുന്നത് അല്ലെ? എന്തോ തെറ്റുണ്ടല്ലോ, ആ തെറ്റും തിരുത്തിക്ക്. എന്തോ തെറ്റുണ്ടല്ലോ, ആ തെറ്റൊരാൾ തിരുത്തിക്ക്. ആ പറഞ്ഞോ. 1/f equal to 1 എല്ലാത്തിനും മുകളിൽ നമ്മളൊരു 1 ഇട്ട് കൊടുക്കണം അല്ലെ? ഓക്കെ, ദാ ഇത് വേണ്ട കേട്ടോ, ഇത് മിറർ ഫോർമുലയാണ്. മിറർ ഫോർമുല ഇനി നമുക്ക് വേണ്ട. ലെൻസ് ഫോർമുല ഇങ്ങനെയാണ് കേട്ടോ. ശ്രദ്ധിക്കണം, ഇവിടെ മിറർ ഫോർമുലയിൽ പ്ലസ് ആയതുകൊണ്ട് നിങ്ങൾ അപ്പുറം ഇപ്പുറം തിരിച്ചിട്ടാലൊന്നും കുഴപ്പമില്ലായിരുന്നു, ആൻസർ കറക്റ്റ് ആവും. ഇത് ഇങ്ങനെ തന്നെ എഴുതണം, കാരണം 5 3 കുറയ്ക്കുന്നത് പോലെ അല്ല 3 5 കുറയ്ക്കുന്നത്, രണ്ട് വാല്യൂ ആണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, വി ആദ്യം യു രണ്ടാമത് കേട്ടോ. വി ആദ്യം യു രണ്ടാമത്. ഓക്കെ, ഇതാണ് ലെൻസ് ഫോർമുല. എഫ് എന്താ, യു എന്താ, വി എന്താന്ന് പറയേണ്ട കാര്യമല്ലോ. ഓക്കെ, ലെൻസ് ഫോർമുല എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും ഫോക്കൽ ലെങ്ത്തും തമ്മിലുള്ള ഒരു ബന്ധം, ഒരു റിലേഷൻഷിപ്പ് ആണ് ലെൻസ് ഫോർമുല. ഓക്കെ, വി എന്താണെന്നൊക്കെ എഴുതണമെങ്കിൽ എഴുതി, അത് ഓൾറെഡി അറിയാലോ, നമ്മൾ മുന്നത്തേൽ ചെയ്തിട്ടുണ്ടല്ലോ. വി ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, യു ഇമേജ് ഡിസ്റ്റൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, 1/f = 1/v - 1/u. ഇനി ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പൊട്ടത്തരം പറഞ്ഞുതരാം. മിറർ എന്ന് പറയുന്നത് അതിനകത്ത് ഗ്ലാസ്സിലേക്ക് സിൽവർ കോട്ടിങ് വരുമ്പോഴല്ല അത് മിറർ ആവുക. അതായത് അവിടെ പ്ലസ് ആണ് അല്ലെ, ഗ്ലാസ്സിലേക്ക് സിൽവർ കോട്ടിങ് വരുമ്പോഴാണ് മിറർ. ലെൻസ് എന്ന് പറഞ്ഞാൽ ആ സിൽവർ കോട്ടിങ് മൈനസ് ചെയ്യുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് ലെൻസില് 1/v - 1/u, ഇതിനകത്ത് 1/v + 1/u. ഇനി എക്സാമിന് എഴുതി വെക്കണം കേട്ടോ. സാറ് പഠിപ്പിച്ചാണ് ഇങ്ങനെയാണ് ആ ഇക്വേഷൻ ഇങ്ങനെ ആയെന്നൊക്കെ കേട്ടോ. എങ്ങനെയൊന്നും എഴുതരുത് കേട്ടോ, ഇത് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു പൊട്ടത്തരം പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അതായത് സിൽവർ കോട്ടിങ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുമല്ലേ, അപ്പൊ പ്ലസ്. ഇതിൽ നിന്ന് ആ സിൽവർ കോട്ടിങ് കുറയുമ്പോഴല്ലേ ലെൻസ് ആവുക, അതുകൊണ്ട് മൈനസ്. അതുകൊണ്ട് മൈനസ് അല്ല, അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. മൈനസ് ആയത് അത് ഇക്വേഷൻ, അത് നിങ്ങൾ പഠിച്ചോളൂ. അത് നിങ്ങൾ +2 ലൈറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെയുണ്ട്. റിഫ്ലക്ഷനും റിഫ്രാക്ഷനും എല്ലാം കൂടെ, നിങ്ങൾ 3 ചാപ്റ്ററും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതിൽ പഠിച്ചോളൂ ഈ ഫോർമുലയൊക്കെ എങ്ങനെയാ വന്നതെന്ന്. ഇപ്പൊ ജസ്റ്റ് നമുക്ക് ഇത് പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, 1/v - 1/u. നമുക്കെന്നാ പ്രോബ്ലം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചാലോ? നാളെ ചെയ്യുന്നുള്ളൂ. നമുക്ക് ആ പ്രോബ്ലത്തിന്റെ ആ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ന്യൂമറിക്കൽ എന്ന് ഹെഡിങ് കൊടുത്തു. മാഗ്നിഫിക്കേഷൻ നമുക്ക് ഇതിന്റെ ഒരു 3-4 പ്രോബ്ലം കഴിഞ്ഞിട്ട് നമുക്ക് മാഗ്നിഫിക്കേഷൻ പഠിക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കണം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മാഗ്നിഫിക്കേഷനിലേക്ക് പോകാം. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. ന്യൂമറിക്കൽ 1. Numerical 1 എഴുതിക്കോ. The focal length of a concave lens is the focal length of a അമീൻ ഷാജി, ലെൻസ് ഫോർമുല എന്തായിരുന്നു അമീൻ ഷാജി? ലെൻസ് ഫോർമുല 1/f = 1/v - 1/u. 1/u അല്ലേ? തഫ്സിയ, സർ, ഈ 1/v + 1/u എന്ന് പറഞ്ഞാൽ ഏത് ഫോർമുലയാ? മിറർ ഫോർമുല. ഓക്കെ, എനിക്ക് ഇടയ്ക്ക് മറന്നു, അതുകൊണ്ടാട്ടെ, നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കണേ. ഓക്കെ, ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് ആണോ കോൺവെക്സ് ആണ്? ഞാൻ എന്താ പറഞ്ഞ കോൺകേവ് ലെൻസ് അല്ലെ? ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് ലെൻസ് ഈസ് 20 സെന്റിമീറ്റർ. ഒരു കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് 20 സെന്റിമീറ്റർ ആണ്. ഇഫ് ആൻ ഒബ്ജക്ട് ഈസ് പ്ലേസ്, കണ്ടോ അവര് സൈൻ ഒന്നും തരില്ല ദുഷ്ടന്മാര് കേട്ടോ, അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. ഇഫ് ആൻ, അത് ഫോക്കൽ ലെങ്ത്തിന്റെ പറഞ്ഞില്ലല്ലോ അല്ലെ, എഫിന്റെ വിട്ടുപോയി, അത് പറഞ്ഞുതരാം കേട്ടോ. ഇഫ് ആൻ ഒബ്ജക്ട് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ്, പോയോ വെയിറ്റ് ചെയ്യേ, if an object is placed at a distance of 30 centimeter from the lens, distance of 30 centimeter from the lens, okay, find out the distance to the image formed. Find out the distance to the image formed. Distance to the image formed. ഓക്കെ, നിങ്ങൾ എഴുതി കഴിഞ്ഞാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എഴുതുന്ന പാട് നിങ്ങൾക്ക് ഉണ്ടാവില്ലല്ലോ, നിങ്ങൾ എഴുതി കഴിഞ്ഞില്ലേ? ഓക്കെ,
ഇനി ഞാൻ ആ ഫോക്കൽ ലെങ്ത്തിന്റെ കൂടെ പറഞ്ഞുതരാം. അതിന് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പഠിക്കണ്ടേ, അതും കൂടെ അറിയണം. അതും മാറിപ്പോരുത്. പിന്നെ അതിനൊരു എളുപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ മിററിൽ പഠിച്ച പോലെ തന്നെയാണ്. മിററിൽ ഏതിനാണോ പോസിറ്റീവ് അതിന് തന്നെയാണ് ഇവിടെയും പോസിറ്റീവ് വരിക. ഓക്കെ, പറഞ്ഞുതരാം. സപ്പോസ് ഇതാ ഒരു കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ ഇതാ സൈഡിൽ എവിടെ നോട്ട് ചെയ്താൽ മതി. ഇപ്പൊ എഴുതണ്ട, ഇപ്പൊ പറഞ്ഞ ഇപ്പൊ എഴുതിയാ പോയി, ഇപ്പൊ എഴുതിയാൽ തീർന്നു. ഇതാണ് കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് എന്താണെന്ന് ആരാ പറയാ? നമുക്ക് റുക്സാനെ കൊണ്ട് പറയിപ്പിക്കാം. റുക്സാന, കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് എന്താ? നെഗറ്റീവ്. അല്ല, ഫോക്കസ് എന്താണ്? ഡിഫൈൻ ചെയ്യേ. റേ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. കഥ തുടങ്ങിക്കോളൂ. ആഫ്റ്റർ റിഫ്രാക്ഷൻ വിൽ കൺവേഴ്സ് ടു എ പോയിന്റ്. കൺവേർജ് ടു എ പോയിന്റ്. അതായത് ഫോക്കസ് ലെഫ്റ്റ്, ലൈറ്റ് നമ്മൾ എപ്പോഴും ലെഫ്റ്റിൽ നിന്ന് എടുക്കാം കേട്ടോ. അപ്പൊ ഇവിടെയാണ് ഫോക്കസ് ഫോം ചെയ്യുക. അല്ല, ലൈറ്റ് ലെഫ്റ്റിൽ നിന്നാണ് ഇവിടെയല്ലേ ഫോക്കസ്. ലൈറ്റ് റൈറ്റിൽ നിന്നാണെങ്കിൽ ഇവിടെ ഇപ്പറയാ ഫോക്കസ്. ലൈറ്റ് ലെഫ്റ്റിൽ നിന്നല്ല നമ്മൾ എടുക്കുക. അപ്പൊ ഇവിടെയല്ലേ ഫോക്കസ്. അപ്പൊ ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? റുക്സാന തന്നെ പറഞ്ഞു. എഫ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ്. എല്ലാം കേട്ടിട്ട് ഇത് റൈറ്റ് സൈഡ് ആണ്. എഫ് റൈറ്റ് സൈഡിലല്ലേ? പോസിറ്റീവ് അല്ല. അപ്പൊ എഫ് ഏതിന് പോസിറ്റീവ് ആയിരിക്കും? വെക്സിന് പോസിറ്റീവ് കേട്ടോ. ഓക്കെ, നമ്മുടെ മിറർ പോലെ തന്നെ, അതുകൊണ്ട് പഠിക്കാൻ എളുപ്പമുണ്ട്. ഓക്കെ, ഇനി കോൺകേവിലേക്ക് വരുമ്പോ കോൺകേവിൽ വരുമ്പോ ശ്രദ്ധിച്ചോ. കോൺകേവിലെ ഫോക്കസ് ആരെ ഡിഫൈൻ ചെയ്യാം? നമുക്ക് ആരെ കൊണ്ട് ഡിഫൈൻ ചെയ്യിപ്പിക്കാം? നമുക്ക് അബിയനെ കൊണ്ട് ഡിഫൈൻ ചെയ്യാം. അബിയ പറഞ്ഞോ, കോൺകേവ് ലെൻസിലെ ഫോക്കസ് ഡിഫൈൻ ചെയ്തോ. റേ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. കഥ പറഞ്ഞോ. Ray parallel to the principal axis after refraction appear to diverge from a common point. ഓക്കെ, കോമൺ പോയിന്റ് എന്ന് ഇനി പറയണ്ട. ആ പോയിന്റിന് നമ്മൾ എന്താന്നൊക്കെ കണ്ടെത്തി കഴിഞ്ഞു. ആ പോയിന്റിന് ഒരു പേരൊക്കെ ഉണ്ട്. ഡൈവേർജ് ഫ്രം എ പോയിന്റ്. ആ പോയിന്റിന് ഒരു പേര് വിളിക്കും. ഫോക്കസ്. നമ്മൾ അവനെ കണ്ടെത്തി കഴിഞ്ഞു. നമ്മൾ ഫോക്കസ് ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ എന്താണ്. അതുകൊണ്ടാണ് ആ പോയിന്റ് എന്ന് പറഞ്ഞത്. ഇനി ധൈര്യമായിട്ട് ഫോക്കസ് വിളിച്ചോ. അതിന് വിളിക്കുന്ന പേരാണ് ഫോക്കസ്. അപ്പൊ അതിന്റെ ഫോക്കസിന്റെ നോക്കി, ഫോക്കസ് എവിടെ ഫോം ചെയ്തിരിക്കുന്നതിനകത്ത്? കൈ പൊക്കിയോ. പറഞ്ഞോ. പറഞ്ഞോ. സർ, കോൺവെക്സ് ലെൻസിൽ പോസിറ്റീവും നെഗറ്റീവും വരില്ലേ? അതാ പറഞ്ഞ. ലൈറ്റ് എപ്പോഴും നമ്മൾ റൈറ്റിൽ നിന്ന് എടുക്കണോളൂ. ഇപ്പൊ പ്രശ്നം വരുന്നില്ലേ? ലൈറ്റ് എക്സ് ആൻഡ് ഓന്റെ സെന്ററിൽ നിൽക്കുന്ന ഇമേജിന്റെ അല്ല ഒബ്ജക്റ്റിന്റെ ഇമേജ് ലെഫ്റ്റ് സൈഡിലല്ലേ വരുള്ളൂ. അത് ഫോക്കസ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നല്ലേ ഉള്ളൂ. ഇതിന്റെ ഫോക്കസ്, അതായത് ഇതിന് രണ്ട് ഫോക്കസ് ഉണ്ട്. മോ പറഞ്ഞ ശരിയാണ്. ഇതിന് രണ്ട് ഫോക്കസ് ഉണ്ട്. പക്ഷെ ലൈറ്റ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്ന ലെഫ്റ്റിൽ നിന്നാണ്. ആ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് ലെഫ്റ്റിൽ നിന്ന് തന്നെയല്ലേ വരിക. ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് ലെഫ്റ്റിൽ നിന്നല്ല എപ്പോഴും വരണേ. റൈറ്റിൽ നിന്ന് വരുന്നില്ലല്ലോ. റൈറ്റിലൊന്നും നമ്മൾ വെക്കുന്നില്ല. ഇമേജ് എവിടെയാണെങ്കിൽ ഫോം ചെയ്തോട്ടെ. ഇമേജ് അപ്പുറ ഫോക്കസിലോ, ഇമേജ് അപ്പുറത്തെ ഫോക്കസിലോ, ഇപ്പുറത്തെ ഫോക്കസിലോ, സെന്റർ ഓഫ് കറേജിലോ എവിടെ വേണമെങ്കിൽ ഫോം ചെയ്തോട്ടെ. അത് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഇതിനകത്ത് ഫോക്കസ് എപ്പോഴും നമ്മൾ മാർക്ക് ചെയ്യേണ്ട എഫ് എപ്പോഴും ഫോക്കൽ ലെങ്ത് എപ്പോഴും പോസിറ്റീവ് ആണ്. കാരണം ലൈറ്റിന് നമ്മൾ എപ്പോഴും എടുക്കുന്നത് ലെഫ്റ്റിൽ നിന്നാണ്. ലൈറ്റിന് നമ്മൾ റൈറ്റിൽ നിന്ന് കൺസിഡർ ചെയ്യണല്ല. ഓക്കെ, ലൈറ്റ് റൈറ്റിൽ നിന്ന് വന്നാലേ അപ്പുറം ഫോക്കസ് എന്ന് പറയുള്ളൂ. ലൈറ്റ് ലെഫ്റ്റിൽ നിന്നേ വരുന്നുള്ളൂ. ഓക്കെ, ഇനി ഇതിന്റെ ഫോക്കസ്, അത് കൺഫ്യൂഷൻ വരുന്നതാണ്. അതെനിക്ക് മനസ്സിലായി കേട്ടോ. മനസ്സിലാക്കുക കേട്ടോ. അത് സംശയമുള്ള ഒരു ക്ലാസ് കഴിയുമ്പോൾ ഒന്ന് ചോദിച്ച് ക്ലിയർ ആക്കിയിട്ട് പോണേ. ഓക്കെ, കാരണം ലൈറ്റ് എപ്പോഴും ലെഫ്റ്റിൽ നിന്ന്, അല്ലെങ്കിൽ നമുക്ക് തന്നെ കൺഫ്യൂഷൻ അല്ലേ. കുറെ പേര് പോസിറ്റീവ് എടുക്കും, കുറെ പേര് നെഗറ്റീവ് എടുക്കും. ഭയങ്കര പ്രശ്നമാവും. ഇനി ഇതിന്റെ എഫ് എങ്ങനെയായിരിക്കും എന്ന് ഒരാൾ പറഞ്ഞ അനശ്വര ഒന്ന് പറഞ്ഞ. അനശ്വര മോളെ, ഇതിന്റെ എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ് ആയിരിക്കും. കാരണം നമ്മൾ മെഷർ ചെയ്യുന്ന ഇങ്ങടല്ലേ മെഷർ ചെയ്യുന്നത്. അപ്പൊ ഇത് നെഗറ്റീവ് ആയിരിക്കും. ഇതൊന്ന് എഴുതി വെച്ചിട്ട് ലെഫ്റ്റ് ആയിക്കോളൂ. ഫിഗർ വരച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, കാര്യം അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഫിഗറും കൂടെ വരച്ചാൽ നല്ലതാണ്. ഇതെങ്ങനെയാ പോസിറ്റീവ് നെഗറ്റീവ് വന്നതെന്ന് ബസാറ് ചോദിച്ച പോലെ നമുക്ക് ഈ ലെഫ്റ്റിൽ നിന്ന് ഇങ്ങനെ ലൈറ്റ് വന്നാലാണ് ഇപ്പുറം ഫോക്കസ്. അങ്ങനെ നമ്മൾ കേസ് എടുക്കുന്നില്ല. ഇമേജ് അവിടെയൊക്കെ ഫോം ചെയ്യും. ഇമേജ് ഇപ്പൊ അപ്പുറത്തെ എഫിന്റെ സെന്ററിലും അതുപോലെ അപ്പുറയൊക്കെ ഫോം ചെയ്തു എന്നിരിക്കും. പക്ഷെ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് എപ്പോഴും നമ്മൾ ലെഫ്റ്റിൽ നിന്നാണ് എടുക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ഫോക്കൽ ലെങ്ത് പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ആയിരിക്കും. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സർ. Thank you, sir. താങ്ക് യു.